ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صلى الله عليه وعلى آله وأصحابه وأجمعين وبارك وسلم تسليما كثيرا كثيرا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات وهو العزيز الحكيم فقال النبي صلى الله عليه وسلم خيركم من تعلم القرآن وعلمه وكما قال اللهم إنا ورسوله وعلينا شرور أنفسنا وسيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا سيدنا محمد رسول الله صلى الله عليه وسلم മദീനയിൽ ഏകദേശം 10 വർഷത്തിലധികം ജീവിച്ചു. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ഖുർആനിന്റെ പ്രത്യേകത ഖുർആനിന് മുമ്പ് പല വേദങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. തൗറാത്ത് ഈസാ അലൈഹിസ്സലാമിന്, ഇൻജീൽ ഈസാ അലൈഹിസ്സലാമിന്, സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാമിന്, അതുപോലെ മറ്റ് നബിമാർക്കും ഹദ്റത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ശീഖ് നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം, ഇതുപോലത്തെ പ്രവാചകന്മാർക്ക് നബിമാർക്ക് അല്ലാഹു തആല നേരിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തത് അവർക്ക് മൊത്തമായ നിലയിൽ ഗ്രന്ഥങ്ങളായിട്ടാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ ആളുകളെയും കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞ് കുറെ ദിവസങ്ങൾ നോമ്പ് പിടിപ്പിച്ച് വളരെ യോഗ്യതയുള്ളവരാക്കി തീർത്ത് പോലീസിനായി വിളിച്ച് പലകളിൽ എഴുതി തൗറാത്തിന്റെ പലകൾ കൊടുത്ത് മുഴുവനായിട്ട് അഗ്രഹങ്ങൾ കൊടുത്തു. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയ്ക്കിടയിൽ ബനി ഇസ്രായേലിനിടയിൽ അല്ലാഹു എന്ന നിയമങ്ങളെ അറിയിച്ചു കൊടുത്ത് പ്രചരിപ്പിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻജീൽ അവതരിപ്പിച്ചു. കിതാബിന്റെ രൂപത്തിലുള്ള ഇൻജീലിന്റെ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലാഹു തആല ഇട്ടുകൊടുക്കുകയും അദ്ദേഹം സ്വന്തം അതിന്റെ വാദനങ്ങൾ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എഴുതിവെക്കുകയും ചെയ്തു. ഇത് മൊത്തമായ നിലയിൽ കൊടുത്തത്. ഇങ്ങനെയാണ് അല്ലാഹു തആല കിതാബുകളൊക്കെ ഇറക്കിയത്. അതുകൊണ്ട് തന്നെ മക്കക്കാരായ ആളുകളും മദീനയിൽ ചെന്നതിന് ശേഷം മക്കാരായ മറ്റുള്ളവരായ മുശ്രിക്കീങ്ങൾ, ജൂതന്മാർ ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിമർശിക്കുമായിരുന്നു. ഇതൊക്കെ നബിയായത് ഇദ്ദേഹത്തിന്റെ കിതാബായി പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്തതാണെങ്കിൽ കിതാബ് ഞങ്ങൾക്ക് മുൻകാല പ്രവാചകന്മാരുടെ കിതാബുകൾ പരിചയമുണ്ട്. തൗറാത്ത് ഞങ്ങൾക്കറിയാം, ഇൻജീൽ ഞങ്ങൾക്കറിയാം, സബൂർ ഞങ്ങൾക്കറിയാം. ഇതൊക്കെ ഗ്രന്ഥരൂപത്തിൽ അവർക്ക് കിട്ടിയതാണ്. അങ്ങനെ നബിയാണെങ്കിൽ ഒരു ഗ്രന്ഥവും കൊണ്ട് വേണ്ടേ ഞങ്ങളുടെ വരാൻ, അത് വന്ന് വേണ്ടേ ഞങ്ങളുടെ പ്രചരിപ്പിക്കാൻ. ഇങ്ങനെ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ അല്ലാഹ് പറഞ്ഞു വഹീ വന്നു, ജിബ്രീൽ വന്നു, ആ കാര്യം പറഞ്ഞു, ഈ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിങ്ങനെ ഓരോ ആയത്ത് എന്ന് പറഞ്ഞ് ഒരു കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ എവിടെയോ പോയി കേട്ട് പഠിച്ചിട്ട് ആരോ പറഞ്ഞു കൊടുക്കുകയും ആവശ്യം വരുന്ന സമയത്ത് ആരോടോ പോയി ചോദിച്ച് പഠിച്ചിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മളോട് വന്ന് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹിയാണെന്ന് പറഞ്ഞ് സ്വന്തമായി നിർമ്മിച്ചുണ്ടാക്കുന്ന വചനങ്ങളാണിത്. ഇതൊന്നും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കലാമേ അല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് ഗ്രന്ഥ രൂപത്തിൽ കിട്ടുമായിരുന്നു എന്ന് ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു വിമർശിച്ചു.
വസല്ലം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നബിയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ മലക്കുകൾ കൂട്ടമായിട്ട് വന്ന് പറയട്ടെ. ഇന്നത്തെ കാലത്ത് നേതാവ് പള്ളികൾ പോകുന്നത് മാറി നിങ്ങൾ പോകുമ്പോൾ കുറെ മലക്കുകൾ കൂട്ടത്തിൽ വരണം. എന്നിട്ട് മലക്കുകൾ എല്ലാവരും സാക്ഷി പറയണം, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ റസൂലാണ് നിങ്ങൾ വിശ്വസിക്കുക എന്ന് മലക്കുകൾ പറയണം. ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, മലക്കുകൾ മാത്രം വന്ന് പറഞ്ഞാൽ പോരാ, കൂട്ടത്തിന് അല്ലാഹുവും കൂടെ വരണം. ഒറ്റയ്ക്ക് ഇങ്ങനെ പറഞ്ഞതിന് അള്ളാനെയും മലക്കുകളെയും കൂട്ടിക്കൊണ്ടു എന്നിട്ട് അവരോട് കൂടി പറയട്ടെ, കൂട്ടമായിട്ട് വിളിച്ചിട്ട് റസൂലാണെന്ന് ഞങ്ങൾ സമ്മതിക്കാം. അല്ലെങ്കിൽ ആകാശത്തിൽ കയറിപ്പോയി ഒരു കിതാബ് എടുത്തുകൊണ്ട് പോകാം. കിതാബ് കൊണ്ടുവന്നാൽ മാത്രം പോരാ, ഞങ്ങളെ കാണിച്ചു തരണം, ഞങ്ങളെ തൊട്ടു നോക്കണം. തൊട്ട് നോക്കി ഇത് കടലാസാണ്, പുസ്തകമാണെന്ന് ഞങ്ങൾ ഉറപ്പു വരണം. ഞങ്ങൾക്ക് വായിച്ചു നോക്കാനും ഞങ്ങൾക്ക് തൊട്ട് നോക്കാനും പറ്റുന്ന കിതാബ് ഇറക്കി തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു സന്ദർഭത്തിൽ അല്ലാഹു പറഞ്ഞു, ഇവര് ചോദിക്കുന്നത് മാതിരി ഈ കിതാബ് ഞാൻ വേണമെങ്കിൽ ഇറക്കി കൊടുക്കാം. ഇറക്കി കൊടുത്ത് അവരുടെ കൈ കൊണ്ട് അവർ തൊട്ട് നോക്കി വായിച്ചാലും അവരുടെ കിതാബ് തൊട്ട് നോക്കാൻ മാത്രം ഞാൻ കൊടുത്താൽ, പക്ഷെ കൊടുത്ത് അവരെന്ന് പറയുന്നറിയാവോ, ഇത് കങ്കട്ടാണ്. കങ്കട്ടാണിത്. ഞങ്ങളുടെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. കണ്ടിട്ട് വിദ്യയാണ് കാണിച്ചത്. ഞങ്ങൾ മാനത്തിൽ അകപ്പെട്ടു പോയി, ഞങ്ങളെ വലിയ മാരണ ചെയ്ത് ഞങ്ങളെ സമ്മതിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു കഴിയുകയാണ്. എന്തിനാ ഇവർക്ക് കിതാബ് ഇറക്കി കൊടുക്കുന്നത്? പിന്നെ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ തങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലാഹു തആല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ഇവരെല്ലാവരും അങ്ങ് വിശ്വസിച്ചതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല. നിങ്ങൾ എന്തേ പറയുന്നത് മനുഷ്യരുടെ അടുത്ത്? ഞാൻ നിങ്ങളെ പോലെ മനുഷ്യനല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചതല്ലേ, നിങ്ങളുടെ കൂട്ടത്തിലല്ലേ ഞാൻ നടക്കുന്നത്. ഞാൻ ആഹാരം കഴിക്കുന്നില്ലേ, വിവാഹം കഴിക്കുന്നില്ലേ, വസ്ത്രം ധരിക്കുന്നില്ലേ, വെള്ളം കുടിക്കുന്നില്ലേ, ഉറങ്ങുന്നില്ലേ, നടക്കുന്നില്ലേ, എല്ലാം നിങ്ങളെ പോലെ ചെയ്യുന്നു. അങ്ങനത്തെ എപ്പോഴും ആകാശത്തിൽ കയറി പോകാൻ പറഞ്ഞ ആകാശത്തിൽ നിങ്ങളൊന്ന് കയറി കാണിക്കും. മനുഷ്യനങ്ങനെ ചുമ്മാ ആകാശത്തിൽ കയറാൻ പറ്റൂ? പറ്റാത്ത കാര്യം നിങ്ങൾ നിങ്ങളോട് പറയുന്നു. ഞാനും നിങ്ങളെ പോലെ മനുഷ്യനല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തി. പറഞ്ഞിട്ട് തങ്ങൾ തങ്ങളുടെ പണി നോക്കി ഒഴിവായിക്കോളി. ഇല്ല, തങ്ങൾക്ക് നിർബന്ധമാണ് അവർ ചോദിക്കുന്നതെല്ലാം പൂർത്തിയാക്കി കൊടുക്കണമെന്ന് നിർബന്ധമാണ്. ഒരു കാര്യം ചെയ്യാൻ ഒരു ഏടി വെച്ച് തങ്ങളെ ആകാശത്തിലേക്ക് കയറുക. ഈ കൊടുക്കണമെന്ന് തങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ തങ്ങളത് കാര്യം ചെയ്യും. ഒരു ഏടി വെച്ച് ആകാശത്തിലേക്ക് അതാ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറയുന്നതൊക്കെ നേടി കൊടുക്കണമെന്നാണ് തങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തങ്ങളുടെ ഏടി വെച്ച് ആകാശത്തിലേക്ക് കയറുക. അല്ലെങ്കിൽ ഒരു ദ്വാരം ഉണ്ടാക്കി ഭൂമിയുടെ അടിയിലേക്ക് പാതാളത്തിൽ പോയി അവിടെ എടുത്തുകൊണ്ട് കൊടുക്കാൻ. സാധിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ കാരണം? ഇവരെല്ലാവരും കൂടി ഒരു കിതാബ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിമർശിച്ചു. എന്താണ് ഇങ്ങനെ കിതാബ്? എന്താ ഈ ഖുർആൻ ഇവർക്ക് ഒറ്റ ഒരു കിതാബായിട്ട് ഇറക്കി കൊടുക്കാത്തത് എല്ലാവരും വിമർശിച്ചു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് വിശദമായിട്ട് അതിന് മറുപടി പറഞ്ഞു. എന്താ ഞാൻ ഇങ്ങനെ ചെയ്തത്? റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് കിതാബ് കൊടുക്കാറുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർതീലാ ولا يأتونك بمثل إلا جئناك بالحق وأحسن تفسيرا. الله أكبر. كذا يعني ഇങ്ങനെ കുറേശ്ശായിട്ട് കഥ കൊടുക്കാൻ ആവണം. ഇങ്ങനെ ചെയ്തതെന്നറിയാം. എനിക്ക് നേരത്തെ തന്നതുപോലെ കിതാബ് തരാൻ കഴിവില്ലാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ ഇവരാരും വിമർശിക്കുമെന്നും വിമർശനത്തിന് തങ്ങൾക്ക് മറുപടി പറയാം, തങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഇതൊക്കെ എനിക്കറിയാം. ഇതെല്ലാം അവസാനിക്കുമായിട്ട് ഒരു കിതാബ് അങ്ങോട്ട് തന്നിരുന്നുവെങ്കിൽ ഇതെനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് ഞാൻ തന്നില്ല? തരാതിരിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാമോ, മൂസാ നബി അലൈഹിസ്സലാമിന് ഞാൻ കിതാബ് കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാമിന് കിതാബ് കൊടുത്തു. കിതാബ് മേടിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാമിനെയും കൂട്ടരെയും വിളിച്ചു വരുത്തിയപ്പോൾ കിതാബ് കിട്ടാനുള്ള അത്യാഗ്രഹത്തിന്റെ പേരിൽ മൂസാ നബി അലൈഹിസ്സലാം പെട്ടെന്ന് വേഗതയിൽ അങ്ങ് നടന്നു. കൂടെ വന്ന ആൾക്കാരെ നോക്കിയില്ല. കൂടെ വന്ന ആൾക്കാർ പറയില്ലായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം
നേരത്തെ എത്തി എത്തേണ്ട സ്ഥലത്ത്. അല്ലാഹു തആല ചോദിച്ചു, മൂസാ നബിയെ നിങ്ങളെ ആളെയും കൂട്ടിക്കൊണ്ട് 70 പേരെയും കൊണ്ട് വരാനല്ലേ പറഞ്ഞത്? എവിടെ 70 പേര് കൂടെ വന്നത്? നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് അവരെ വിട്ടിട്ട് നിങ്ങളുടെ ഒറ്റയ്ക്ക് ഇത്ര ദൂരെ വിളിച്ച് ഓടിയിട്ട് വന്നത്? പറഞ്ഞിട്ട് സമ്മതമില്ലൂടെ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കിതാബ് തന്ന കാണാൻ ആളുകളല്ലോ. അല്ലാഹുവിന്റെ കിതാബാണെന്ന് എങ്ങനെ മനസ്സിലാവും? അവരെങ്ങനെ സമ്മതിക്കും? അതിന് സമ്മതിപ്പിക്കാനല്ലേ ആളെയും കൊണ്ട് വരാൻ പറഞ്ഞത്? എവിടെയാണ്? പഠിച്ചതെല്ലാം പറഞ്ഞു വരുന്നുണ്ട്. ഞാൻ എല്ലാവരെയും കൊണ്ടാണ് വന്നതുകൊണ്ട് പണിക്ക് വെച്ചെനിക്ക് അധ്യാപനം വന്നപ്പോൾ ഓടി വന്നതേ ഉള്ളൂ. വെറുതെ വരുന്നത് അള്ളാഹുവിനെ വിളിച്ചത് അള്ളാഹു തരാമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ അടുത്ത് നേരിട്ട് മേടിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഞാനിച്ചിരി വേറെ നടന്നു എല്ലാവരും പുറകെ വരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൂട്ടാതെ വിട്ടിട്ട് ആളെ വേറെ നല്ല നിലയിൽ ഏൽപ്പിക്കാതെ വന്ന് എന്താ സംഭവം അറിയാമോ? നിങ്ങൾ ഓടിയിട്ട് വന്നു, അവിടെ വേറെ ആളെ ദൈവമാണെന്ന് പറഞ്ഞ് പശുവിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. قال فإنا قد فتنا قومك من بعدك وأضلهم السامري فأخرج له عجلا جسدا خوارا له خوار وقال هذا إلهكم وإله موسى فنسي. അള്ളാഹു പറഞ്ഞു, മൂസാ നബിയെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പശുവിനെ കൊണ്ടുവന്നിട്ട് പശുവിനെ ഉണ്ടാക്കി, സ്വർണ്ണത്തിന്റെ പശുവിനെ ഉണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു, മൂസാ അലൈഹിസ്സലാമിന്റെ ദൈവം ഇവിടെ വന്നേക്കുന്നു, മൂസാ ദൈവത്തെ തേടി മാറാൻ കൊണ്ടുപോയിരിക്കുക. ആളുകളെല്ലാം വഴിതെറ്റിപ്പോയി, ആളുകളെല്ലാം വഴിവഴിച്ചു പോയി മൂസാ നബിയെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന് സഹിച്ചില്ല. ഏതായാലും വാങ്ങാൻ വന്നതല്ലേ, അല്ലാഹു തആല കൊടുക്കാനുള്ള തൗറാത്ത് കൊടുത്തു. അത് വാങ്ങിക്കൊണ്ട് ഒരൊറ്റ വരവിന് വന്നു. വന്നിട്ട് നേരെ വന്ന് ഈ ആൾക്കാരെ എല്ലാം കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്തിന്റെ പലകകളെല്ലാം വെച്ച് ഒറ്റയിട്ട് വലിച്ചെടുത്തിട്ട് വേഗം ഏൽപ്പിച്ചിട്ട് പോയ ജ്യേഷ്ഠന്റെ കാണിനെ കയറി പിടിച്ച് വലിച്ചു. നീ എന്ത് പണിയാണ് കാണിച്ചത്? നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയത് ഈ ആളുകളെ നോക്കാൻ വേണ്ടി, ഇതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ പിടിച്ചിരിക്കാൻ. ഹാറൂൻ നബി അലൈഹിസ്സലാം പേടിച്ചിട്ട് പറഞ്ഞതിന്റെ ഒന്ന് സഹോദരനായിരുന്നു കൂടെ എന്റെ താളിയിൽ കൂടെ എന്നെ ഇടിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഇവിടെ പറഞ്ഞ ആളുകൾ ഇവിടെ രണ്ടായിട്ട് പിരിയും. പിന്നെ നീ വന്നേച്ച് പറയും, ആഹാ ഞാനൊന്ന് പോയി കഴിഞ്ഞപ്പോൾ നീ ആളുകളൊക്കെ സംഘടന ഉണ്ടാക്കി തിരിച്ച് 2 സംഘടനയിലാക്കിയല്ലേ എന്ന് നീ പറയും. നിങ്ങൾ പറയുമെന്ന് പേടിച്ച് ഞാൻ ഉണ്ടാകുന്നതാണ്. വരട്ടെ എന്ന് വിചാരിച്ച് 2 പേരും കൂടിയിട്ട് പറയാമെന്നോർത്ത് അതുകൊണ്ട് എന്നെ അടിച്ചല്ലേ കൊടുത്ത് വയ്ക്കില്ലേ. എന്താ കിതാബ് കൊടുത്തിട്ടുണ്ടായ സംഭവം? മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കിതാബ് കൊടുത്തു. കിട്ടിയപ്പോൾ തന്നെ കൊണ്ടുവന്ന് വലിച്ചെടുക്കുക. തൗറാത്തിന്റെ പലകളെല്ലാം പൊട്ടിപ്പോയി. പിന്നെ അതിനെ ചേർത്ത് വെച്ച് അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നോക്കി പഠിക്കുക ചെയ്യും. അവസാനം എന്ത് വന്നു? പിൻകാലത്ത് വന്ന തൗറാത്തിന്റെ പണ്ഡിതന്മാർ തൗറാത്തിനെ തിരുത്തി എഴുതി, മാറ്റി എഴുതി, മറച്ചു വെച്ചു, വെട്ടി ചുരുക്കി, വെട്ടി ചുരുക്കി, അർത്ഥം ദുർവ്യാഖ്യാനം ചെയ്തു, തിരിച്ചു പറഞ്ഞു, എല്ലാം ചെയ്ത് തൗറാത്തിനെ കൊടുക്കുക. ഇതാണ് തൗറാത്ത് കിതാബ് കൊടുത്തിട്ടുണ്ടായത്. ഇഞ്ചിയിൽ അതിന്റെ ബാക്കി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ് എഴുതി വെച്ചു. കേട്ടവരെല്ലാം എഴുതി. ശിഷ്യന്മാർ പലരും ഉണ്ടായിരുന്നു, എല്ലാവരും എഴുതി. ഇപ്പൊ ഓരോരുത്തരുടെ പേരിൽ ഓരോ ഇഞ്ചിയിലായി. ഇന്ന് 100 കണക്കിന് ഇഞ്ചിയില്, പത്രോസിന്റെ ഇഞ്ചിയില്, ലൂക്കായുടെ ഇഞ്ചിയില്, യോഹന്നാന്റെ ഇഞ്ചിയില്, എത്ര പേരുടെ ഇഞ്ചിയിലാണ്? ഇങ്ങനെ ഇഞ്ചിയിൽ പറയാം. കിതാബുകൾക്ക് സംഭവിച്ചില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മക്കക്കാരായ മുശ്രിക്കീങ്ങളും ഈ അക്രമികളും ഈ ദുഷ്ടന്മാരും ഒക്കെ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു തരാം മറുപടി. അവരോട് മറുപടി ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇങ്ങനെ കുറേശ്ശെയായി ഇറക്കിയത് കാരണമുണ്ട്. എന്താ കാരണം? അല്ലാഹുവിന്റെ നബിമാരായ ആളുകൾക്കെല്ലാം പല സന്ദർഭങ്ങളിലും വഹി വന്നിട്ടുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ഒറ്റ സമയത്ത് തന്നെ മുഴുവനായി വഹി കൊടുത്തു, അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളെ അറിയിച്ചു. ചില സന്ദർഭങ്ങളിൽ ആവശ്യമായ ചില കാര്യങ്ങൾ മാത്രം അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു. നൂഹ് നബി അലൈഹിസ്സലാമിന് കപ്പലുണ്ടാക്കാൻ അല്ലാഹു തആല പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ എന്റെ നിർദ്ദേശം അനുസരിച്ച് കപ്പലുണ്ടാക്കണം. വസ്മഇൽ ഫുൽക ബി അഅയുനിനാ വ വഹീനാ വ തുഖാതിബനി ഫിൽ ലദീന ളലമു.
ഞാൻ പറയുന്നത് പോലെ എന്റെ കൺമുമ്പിൽ വെച്ച് കപ്പലുണ്ടാക്കണം എന്റെ നിർദ്ദേശം അനുസരിച്ച് അള്ളാഹുവിന്റെ. അപ്പൊ കപ്പലുണ്ടാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മൂസാ നബി അലൈഹിസ്സലാം ബനി ഇസ്രായേലുമായിട്ട് രക്ഷയില്ലാതെ വന്നു. ഫിർഔൻ അവരെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, വഹി കൊടുത്തു, അനസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ വഖുദു ഫിൽ ബഹ്രി റഹ്വൻ ഇന്നകും ജുന്ദും മുഗ്റഖൂൻ. നിങ്ങൾ പൊക്കോളുന്ന രാത്രി തന്നെ ആരും അറിയാതെ ഈ ബനി ഇസ്രായേലിനെ മുഴുവനെ ഇവിടെ കടത്തിക്കൊണ്ട് രാത്രിയേറെ സ്ഥലം വിട്ടേക്കണമെന്ന് പറഞ്ഞു. രാത്രി സ്ഥലം വിട്ടു മൂസാ നബി അലൈഹിസ്സലാം. ആളുകളെയും കൊണ്ടുപോയി നടന്ന് എത്തിയത് എവിടെയോ? നൈൽ നദിയുടെ കരയ്ക്ക്. നൈൽ നദി നടന്നിലൊഴുകുന്നു. നൈൽ നദിയുടെ കരയ്ക്ക് പോയി നിൽക്കുക. ഞങ്ങൾക്ക് പോകാൻ വഴിയില്ല. ശബ്ദം കേട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയ ആളുകൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരെല്ലാവരും രക്ഷപ്പെട്ടു പോയ വിവരം അറിഞ്ഞ ഫിറഔനിന്റെ മുഴുവൻ പട്ടാളക്കാരെയും കൂട്ടിക്കൊണ്ട് ഇവരെ പിടിക്കാൻ വേണ്ടി പുറകോട്ട് തിരിഞ്ഞു നോക്കി രക്ഷയിൽ അങ്ങോട്ട് നോക്കിയപ്പോൾ സമുദ്രം നൈൽ നദി മറന്നിങ്ങനെ ഒഴുകുന്നു. കടല് പോലെ കെട്ടിച്ചാടിയ ജീവന തിരിഞ്ഞു നോക്കിയപ്പോൾ ഫിറഔനും പട്ടാളക്കാരും വന്ന് പിടിച്ച കൊന്നു. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മൂസാ നബിയെ ഇത്ര അക്രമമായി ചെയ്തത് ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളെ തുടങ്ങിയതല്ല, നിങ്ങൾ അവിടെ പിടിച്ചോണ്ട് വന്ന് ഈ രണ്ട് കെട്ട സ്ഥലത്ത് കൊണ്ടുവന്നാക്കിയല്ലോ. ഞങ്ങൾക്ക് മുമ്പോട്ടും വഴിയില്ല പുറകോട്ടും വഴിയില്ല. യാ മൂസ ഇന്നാ ലമുദറകൂൻ. فلما تراءى الجمعان قال أصحاب موسى إنا لمدركون. മൂസാ നബി അലൈഹിസ്സലാം വളരെ പിടിച്ചില്ലല്ലോ, നിങ്ങൾ കടലിലേക്ക് ചാടിയില്ലല്ലോ, എന്റെ ഇടയ്ക്കല്ല നിൽക്കുന്നത്. വെള്ളത്തിലായില്ല, മുങ്ങുമെന്ന് പേടിക്കാൻ. ഫിറഔൻ നിങ്ങളെ പിടിച്ചില്ല, കൊല്ലുമെന്ന് പേടിക്കാൻ. ഇതെന്താണ് നിങ്ങൾ കരയുന്നത്? ഇന്ന റബ്ബി, എന്റെ റബ്ബ് എന്നോടൊപ്പം സഹായത്തിനുണ്ട്, സഹായിക്കും, ഉറപ്പായിട്ടും ഇവിടുത്തെ രക്ഷപ്പെടാൻ എനിക്ക് വഴി കാണിച്ചു തരും. അങ്ങനെ അന്തമില്ലാതെ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ വഴി വന്നു. മൂസാ നബി അലൈഹിസ്സലാമിനോട് എന്താ കയ്യിലിരിക്കുന്ന വടിയുണ്ടല്ലോ, ആ വടി വെച്ച് കടലിൽ അടിക്കാൻ ഒന്ന് വെറുതെ അടിച്ചപ്പോ വടികൾ 12 വടികളുണ്ട്. ബനി ഇസ്രായേൽ 12 കുടുംബക്കാരാണ്. വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി 12 കുടുംബക്കാർക്ക് പ്രത്യേക 12 വഴികളുണ്ട്. വെള്ളം അതിനുപോലെ ഇങ്ങനെ പൊങ്ങി നിന്നു. കട്ടയായിട്ട് വെള്ളം പൊങ്ങി നിന്നു. കണ്ണാടി പോലത്തെ മതില് അപ്പുറവും ഇപ്പുറവും കടന്നു പോലെ കാണണം. കണ്ടാൽ മാത്രം മതി അവർക്ക് തമ്മിൽ സംസാരിക്കാൻ വേണ്ടി മതിലിനിടയിൽ ദ്വാരവും അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കടന്നു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വിശേഷമൊക്കെ ചോദിച്ച് സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വഹിയാണ് സന്ദർഭം. ഇങ്ങനെ 12 വഴികളുണ്ടാക്കി അവർ കടന്നുപോയപ്പോ ഫിറഔൻ പുറകെ വരികയാണ് പിടിക്കാൻ വേണ്ടി. വന്ന് നോക്കിയപ്പോ ഇവര് കടന്നുപോയതിനെ കുറിച്ച് അവൻ ചിന്തിച്ചില്ല. അവൻ പറഞ്ഞു ആൾക്കാരുടെ തിരിഞ്ഞു നിന്നിട്ട്, കണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറയാറില്ലായിരുന്നോ നൈൽ നദി ഞാൻ പറയുന്നത് പോലെ എന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ഒഴുകുകയുള്ളൂ എന്ന്. ഇപ്പൊ നൈൽ നദി കണ്ടില്ലേ, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നപ്പോ എന്റെ ശത്രുക്കൾ കടന്നുപോയവരെ പിടിക്കാൻ വേണ്ടി എനിക്ക് വഴിയുണ്ടാക്കുന്നുണ്ട്. ഈ ശത്രുക്കളെ കടന്നുപോയി, അതിനെ കുറിച്ച് നീ പറയാത്തത്? കാഫറുടെ ബുദ്ധി ഉണ്ടാവില്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, ഏകസിൽ എന്ത് ചെയ്യും? ഒരാൾ മരിച്ചാൽ മരണക്രിയ ഒന്നായിട്ട് ചെയ്യണമെന്ന്. ഒരാൾ മരിച്ചാൽ എന്ത് ചെയ്യും? കൊണ്ടുവന്ന് അവരെ ആദ്യം കൊണ്ടുവന്ന് കുളിപ്പിച്ച് നമസ്കരിക്കണം, എന്നിട്ട് കബറടക്കണം, പിന്നെ ചൂടുപോകും, എന്നിട്ട് വെള്ളത്തിൽ കിടക്കും, എന്നിട്ട് പെട്ടിക്കല്ലാക്കി കൊണ്ടുപോയി ഇടും. എല്ലാം ചെയ്യുന്നതിന് ഏകമാകുള്ളൂ. എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യണം. ഏത് ചെയ്യും? എല്ലാരെയും ചുടുവോ, എല്ലാരെയും നിസ്കരിച്ചടക്കുവോ, എല്ലാരെയും കൊണ്ടുപോയി പെട്ടിക്കല്ലാക്കി കൊണ്ടുപോയി ഏതെങ്കിലും സ്ലാബും കടിയിൽ കൊണ്ടുപോയി ഇട്ടായിരിക്കും. എന്താ ചെയ്യുക? ബുദ്ധി വേണ്ടേ? കാഫറുകൾക്കും ബുദ്ധി കാണില്ല. എല്ലാ കാഫറുകളും ഇങ്ങനെയാ പറ്റിപ്പോയത്. നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റിക്കാൻ നോക്കി, ചോദിച്ചോ മറുപടി പറയാനില്ല, പറഞ്ഞപ്പോ മനസ്സിലാകുന്നില്ല. അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. റബ്ബി എന്തെങ്കിലും ചെയ്യുകയും ഉടനെ നമ്മളും അതെനിക്കും പറ്റുന്നേ. സാധാരണ ഇപ്പോൾ ഇവിടെ 2 പേരെ വോട്ട് കൊടുത്തു, 2 പേരെ കൊണ്ടുവന്നു, ഒരിടത്തെ കഴുത്ത് വെട്ടിക്കൊന്ന് മറ്റൊരിടത്ത് പോകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, എന്റെ റബ്ബ് ജീവനില്ലാത്തവന്റെ ജീവൻ കൊടുക്കുന്നവനാണ്, ജീവനുള്ളവന്റെ ജീവൻ എടുത്ത് മരിപ്പിക്കുന്നവനാണ്. റബ്ബി അല്ലദീ യുഹ്യീ വ യുമീത്. ഇവിടെ എന്താ ചെയ്തത്? ജീവൻ ഉണ്ടായിരുന്നവർ തന്നെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു, അവരും പറഞ്ഞ് ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും.
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മനസ്സിലായി മണ്ടനാണ്, കാഫിറാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വേഗം മനസ്സിലാകുന്നു പറഞ്ഞു, എന്റെ റബ്ബ് കിഴക്കുന്ന സൂര്യൻ ഉദിപ്പിക്കുന്നത്, നിനക്ക് കഴിവുണ്ടെങ്കിൽ പടിഞ്ഞാറ് കുതിക്കും. അപ്പോഴാണ് കാമറിന് മറുപടി പറയുന്നത്, ഉത്തരം മുട്ടിപ്പോയി. ഇങ്ങനെ എല്ലാ കാഫിരീങ്ങളിലെയും സംഭവങ്ങൾ ഇതുപോലെ തന്നെയാണ് പറയുന്നത്. ഇതുപോലെ ഫിറൗൻ വന്ന സാധുക്കളെടുത്ത് പറഞ്ഞു, എന്റെ ശത്രുക്കൾ കടന്നുപോയപ്പോൾ അവരെ പിടിക്കാൻ വേണ്ടി എനിക്ക് വഴി കിട്ടി, വഴി ഉണ്ടാക്കി ഞാൻ പറഞ്ഞതുപോലെ കേട്ടു, എന്നെ അനുസരിക്കുന്നതാണ് നൈമതി എന്ന് പറഞ്ഞിട്ട് ഈ ഈജിപ്തിന്റെ മുഴുവൻ അധികാരവും എനിക്ക് നൈമതി എന്റെ കൽപ്പന പ്രകാരമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. എന്നിട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു 12 വഴികൾ എല്ലാം കയറാന്മാരെ പിടിക്കാൻ പോകുന്നത് എല്ലാവരും പറഞ്ഞ എല്ലാത്തിനെയും കൊണ്ടുവന്നതിനകത്തേക്ക് എത്തി. മുഴുവൻ പട്ടാളക്കാരും മുഴുവൻ അവരുടെ സംഘങ്ങളും എല്ലാം കയറി എല്ലാം മകത്തെത്തി കഴിഞ്ഞ് വലിയ സന്തോഷത്തിൽ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തോട് കൽപ്പന കൊടുത്തു, പഴയതുപോലെ അതെല്ലാം പിന്നെ ഐശ്വര്യമായിട്ടായിരുന്നോ മതിലായിട്ട് നിന്നത്? ഐശ്വര്യണ്ടാവും. ഈ പിള്ളേരൊക്കെ കാണാൻ പാടില്ല, ഐസ് വാങ്ങിച്ച് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് പെട്ടിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് സ്കൂളിൽ നിന്നൊക്കെ വാങ്ങിച്ചിരുന്നു കുറെ നേരം ഉടുത്തിക്കൊണ്ടിരിക്കും, കുറച്ച് കഴിയും പുറത്തേക്ക് വീഴും, കാറ്റടിച്ച്. കാരണം അത്ര നേരം നിൽക്കില്ല, ഉരുകി കഴിഞ്ഞാൽ വീഴും. ഇതേപോലെ ഐസ് കുറച്ച് കഴിഞ്ഞപ്പോ തണുത്തു, ഉരുകിയപ്പോ എല്ലാം കൂടെ കൂടി വെള്ളം എല്ലാം فغشيهم من اليم ما غشيهم وأضل فرعون قومه وما هدى. അല്ലാഹു തആല പറഞ്ഞു, ഫിറഔൻ തന്റെ ജനങ്ങളെ കൊണ്ടുവന്ന് വഴികെടുത്തി കളഞ്ഞു. നേരവഴി പറഞ്ഞു കൊടുത്തിട്ട് വഴികെടുത്തി കളഞ്ഞു, കൊണ്ടുവന്ന് കൊല്ലാക്കവരെയും എല്ലാം മണക്കിടന്ന് ഇങ്ങനെ വെള്ളത്തിൽ കിടന്നു. മൂസാ നബി അലൈഹി സ്വലാം കൂട്ടർ കരയ്ക്കിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹ് പറയുന്നു, നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയല്ലായിരുന്നു, എല്ലാത്തിനും ഞാൻ കൊണ്ടുവന്നപ്പോൾ വൈദ് ഫറഖനാ ബികുമുൽ ബഹറ ഫഅൻജയ്നാകും വഅഗ്റഖനാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ. അതുകൊണ്ട് ആദ്യം മുതൽ ഇതുവരെ കേട്ട ഖുർആനാണ് പറയുന്നത്. ഖുർആൻ കേട്ടപ്പോൾ ഇതൊക്കെ ഓർത്തെടുക്കും. ഇതൊരു ഉറക്കമാണോ എന്ന് കേൾക്കുന്നുണ്ട്. ഉറക്കമാണെങ്കിൽ നമുക്ക് നിർത്തിയേക്കാം. എത്ര നേരം ഉറങ്ങാതിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിനോട് കൂട്ടരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലായിരുന്നോ ഫിറഔനും കൂട്ടരെയും ഞാൻ ആ നൈൽ മുക്കി കൊല്ലുന്നത്? വഅൻതും തൻദുറൂൻ, നിങ്ങൾ കരയ്ക്കിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? മൂസാ നബി അലൈഹി സ്വലാമിനെ ആളുകളോട് അല്ലാഹു തആല ചോദിച്ചു. ഫിറഔൻ വെള്ളത്തിൽ കിടന്ന് മുങ്ങുന്നു, താഴുകയും പൊങ്ങുകയും ചെയ്യുന്നു. അവസാനം പറഞ്ഞു ഫിറഔൻ, മൂസാ നബിയെ ഒന്ന് രക്ഷപ്പെടുത്ത്. ആമന്തു ബിമാ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ ആമന്നാ ബിറബ്ബി മൂസാ വ ഹാറൂൻ. മൂസാ നബിയും ഹാറൂൻ നബിയും ഏത് റബ്ബിനെ കുറിച്ച് പറഞ്ഞോ മുഴുവൻ അധികാരമുള്ള റബ്ബ്, ആ റബ്ബിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ബനൂ ഇസ്രായേൽ മുഴുവൻ വിശ്വസിച്ച അല്ലാഹുവിനെ കൊണ്ട് ഞാനും വിശ്വസിക്കുന്നു, എന്നെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഭാഗത്ത് നിന്ന് ഫിറഔനോട് ചോദിച്ചു, നിനക്ക് ഇപ്പോഴേ ഓർമ്മയുണ്ടല്ലോ, ഇപ്പോഴേ വന്നല്ലോ, നേരത്തെ ഒന്ന് ചിന്തിച്ചുകൂടായിരുന്നു? ഈ പണിയിൽ കയറുന്നതിന് മുമ്പെങ്കിലും ചിന്തിച്ചുകൂടെ? ഇപ്പോഴാണ് നിനക്ക് ഓർമ്മ പറഞ്ഞിട്ട് കാര്യമില്ല, സമയം കഴിഞ്ഞു. എല്ലാവരും ഊഹ പിടിച്ച അവസാനം തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ തോബ ചെയ്യാൻ അതുവരെ ചെയ്യാവുന്ന തോന്നിവാസം മുഴുവനും ചെയ്യുന്നത്. എന്നിട്ട് എവിടെയെങ്കിലും പിടിയിലായി വീണ് കഴിയുമ്പോ ഇനി രക്ഷയില്ല, പൊങ്ങൂല എന്ന് തോന്നിയാ പിന്നെ അസ്തഗ്ഫിറുള്ള. പിന്നെ അല്ലാഹുവിലേക്ക് വലിയ പണം. നമ്മളൊക്കെ ഒരുപാട് ആൾക്കാരെ കാണാറില്ലേ, എന്ത് മഹാ വ്യക്തികാരായി മോശക്കാരായി ആരെങ്കിലും നല്ലത് പറഞ്ഞു കൊടുത്ത് അവർ വിമർശിച്ച് ആ കുറ്റം പറഞ്ഞ നാട് മുഴുവൻ നടുക്കി കൊള്ള മുഴുവൻ ചെയ്ത് ആളുകൾക്ക് യാതൊരു തരത്തിൽ ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ചിലവന്മാർ നടക്കും. ചില ആളുകൾ അത്ര വലിയ കൊള്ളക്കാരക്രമങ്ങളായി അവസാനം എന്തെങ്കിലും വന്ന് ഒരു ദിവസം പോകുമ്പോൾ ഏതെങ്കിലും വണ്ടി വന്നിരിക്കും. വണ്ടി വന്നിരിച്ചു കഴിഞ്ഞാൽ കൈ പൊളിഞ്ഞു, കാല് പൊളിഞ്ഞു, ഡിസ്ക് തകർന്നു, എഴുന്നേക്കാൻ നിവൃത്തിയില്ല, അനക്കമില്ല, നേരെ കിടക്കണം, ഒന്ന് ചെരിഞ്ഞ് കിടക്കാൻ പോലും നിവൃത്തിയില്ല, കാല് വലിക്കാൻ നിവൃത്തിയില്ല, കൈ വലിക്കാൻ നിവൃത്തിയില്ല. ഒരു മൂത്രം ഒഴിക്കണമെങ്കിൽ ആരെങ്കിലും പാട്ട കൊണ്ടുവന്ന് വെച്ച് പിടിച്ചു കൊടുക്കണം, ബാത്റൂമിൽ പോകണമെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ച് അല്ലെങ്കിൽ എടുത്തുകൊണ്ടാണെന്ന് അവർ തുറച്ചു കൊടുക്കണം. അല്ലാതെ അനങ്കാൻ നിവൃത്തിയില്ലാതെ
അള്ളാഹു ഒരിക്കലും ആരെയും വെറുതെ തള്ളിക്കളയുന്നില്ല. അള്ളാഹു തആല വലിയ കരുണയുള്ളവനാണ്. അള്ളാഹു തആല സ്വീകരിക്കും. പക്ഷെ തൊണ്ടക്കുള്ളിൽ എത്തി കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചാൽ അള്ളാഹു സ്വീകരിക്കുന്നത്. ഫിറഔൻ എപ്പോഴാണ് വിളിച്ചത്? വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞ് മൂക്കിപ്പൊടി മായിപ്പൊടി ചെവിപ്പൊടി എല്ലാം വെള്ളം കയറി ഒരു രക്ഷയില്ലാതെ കണ്ടപ്പോ വെള്ളത്തിൽ വീണപ്പോഴും തപ്പിപ്പിടിച്ച് നോക്കി എങ്ങനെയെങ്കിലും കുത്തി രക്ഷപ്പെടാമെന്ന്. പക്ഷെ രക്ഷയില്ലാതെ മരിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് പറയുന്നത് ഇനി വേണ്ട സമയം കഴിഞ്ഞത്. നേരത്തെ നീ പറഞ്ഞിട്ട് കേട്ടില്ല. ഈ നാട് മുഴുവൻ കുഴപ്പമുണ്ടാക്കി എല്ലാവരെയും പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് ഇരിക്കട്ടെ, നിന്നെ ഞാൻ ഇനി വെച്ചേക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ ഒരുപാട് ഫിറഔനുകൾ വരും. നീ ഒരു ഫിറഔനല്ലേ ഉള്ളൂ, ഇനി ഒരുപാട് ഫിറഔൻ വരാറുണ്ട്. മുഴുവൻ ഫിറഔനക്കും മാതൃകയായിട്ട് നിന്റെ ഒരാളെ ഉടലോടുകൂടി ഞാൻ വെച്ചേക്കും. ആളുകളെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ബോധമില്ലാത്ത ആൾക്കാരുണ്ട്. അവർ നിന്നെ പോലെ ഫിറഔനായിട്ട് വരും. അവർക്ക് ഗുണപാഠത്തിന് വേണ്ടി നീക്കും. ഇപ്പോഴും വെച്ചേക്കുക. ഇപ്പോഴും ഫിറഔൻ അങ്ങനെ തന്നെ. വേറെ ലോകത്ത് ആരുടെയും ശരീരം ബാക്കിയില്ല. ഉണ്ടെങ്കിൽ തന്നെ വല്ല അസ്ഥികൂടങ്ങളൊക്കെ കാണുള്ളൂ. പക്ഷെ ഫിറഔനിന്റെ ശരീരം അങ്ങനെ തന്നെ അല്ലാഹു തആല എന്തിനാ ഈ ലോകത്ത് വരുന്ന മുഴുവൻ ഫിറഔനക്കും ഗുണപാഠം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന് വഹി കൊടുത്തു. ഗതിമുട്ടി നിന്നപ്പോൾ നൈൽ നദിയുടെ വാഴ്ച. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് നബിമാർക്ക് വഹി കൊടുത്തത്. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണ് വഹി കൊടുത്തത്? നബിതങ്ങൾക്ക് വരുന്നുണ്ട് 23 വർഷക്കാലത്തിലായി ഏകദേശം 25,000-ലധികം പ്രാവശ്യം വഹി കൊടുത്തു. 25,000-ലധികം പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി കൊടുത്തു. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചിലപ്പോൾ വഹി തങ്ങൾക്ക് നൽകും. തങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ. തങ്ങൾക്ക് പ്രയാസം വരുന്നു, വിഷമം വരുന്നു, ബുദ്ധിമുട്ടുകൾ വരുന്നു, ആളുകളുടെ ഉപദ്രവങ്ങളും മർദ്ദനങ്ങളും ഏറ്റ് തങ്ങളുടെ സഹപാഠികളെ ഉപദ്രവിക്കുന്നത് പീഡിപ്പിക്കുന്നത് കണ്ട് തങ്ങൾ വിഷമിക്കുന്ന സന്ദർഭത്തിൽ തങ്ങളുടെ മനസ്സിന് സമാധാനം നൽകി തങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ ഞാൻ ജിബ്രീലിനെ അയക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ പോയി കളിയാക്കി പരിഹസിച്ചു. കുട്ടികൾ കല്ലെറിഞ്ഞു. കുട്ടികൾ കല്ലുപറത്തി എറിഞ്ഞ് തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം പൊട്ടി ഒഴുകി. നടക്കാൻ നിവൃത്തിയില്ലാതെ ചെരുപ്പ് കാലിൽ ഒട്ടിയിട്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് ചെരുപ്പൂരി കയ്യിൽ പിടിച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷീണിതനായി നടന്ന് ഒരു മരത്തിന്റെ തണലിൽ ദൂര സ്ഥലത്ത് വന്ന് മാറി ഒറ്റയ്ക്കിരിക്കുന്നു. ആരും സഹായങ്ങളില്ലാതെ ജിബ്രീൽ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ശ്രമിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തി മലയുടെ മലക്കിടി കൂടെ അയച്ചിട്ടുണ്ട്. തങ്ങളൊന്നും പറഞ്ഞാൽ മതി, ഈ രണ്ട് മലയുടെ കൂട്ടത്തിൽ ഇടയിൽ വെച്ച് ഇവരെ സമ്മതിയാക്കി കളഞ്ഞേക്കും, നശിപ്പിച്ചേക്കും. തങ്ങളെന്തിനാണ് ശ്രമിക്കുന്നത്? എന്തൊരു സന്തോഷമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസത്തിലാകപ്പെട്ടപ്പോ അല്ലാഹു തആല ആളെ സ്വീകരിക്കുന്നു. എന്തിനാണ് നബിയെ, എന്താ വേണ്ടതെന്ന് തങ്ങൾ പറയും. തങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? സന്തോഷം വന്നപ്പോ അള്ളാഹ് സഹായിക്കാനുള്ളത് നോക്കാനുണ്ടോ? വേണ്ട, ഒന്നും ചെയ്യും. നമ്മൾ എവിടെയെങ്കിലും പോയി അടികൂടിക്കൊണ്ടിരിക്കുന്നു. ശക്തനായ ഒരാൾ നമ്മളെ കുറിച്ച് അടിക്കാനൊക്കെ പോകുന്നു. അപ്പൊ നമ്മളെ സഹായിക്കാൻ വേണ്ടി 4 പേര് നമ്മളെ കുറിച്ച് ചോദിക്കില്ല, തട്ടന അവനോട് കൊടുക്കാനാകണമെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ വേണ്ട, ഒഴിവാക്കാൻ നമ്മളും പറഞ്ഞു. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? നമ്മളെ പോലെ അപ്പ വിട്ടേക്കല്ല പറഞ്ഞത്. അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, അവർ ചെയ്ത തെറ്റുകൾ അവർക്ക് പുറത്തു കൊടുക്കുക, അവരെ ശിക്ഷിക്കാൻ. നമ്മളാണെങ്കിൽ അവനെ അള്ള പഠിപ്പിച്ചോളൂന്ന് പറഞ്ഞിട്ടേ പോകുള്ളൂ. അവനാണെങ്കിൽ അള്ള കൊടുത്തോളൂ. പറഞ്ഞു അവർക്ക് എന്നെ നബിയാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ നബിയാണെന്ന് അവർ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അറിയാത്തത് കൊണ്ട് ചെയ്തതാണ് മനസ്സിലെ. അതുകൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുത്തത്. എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീലെ ഇവരെ നശിപ്പിച്ചാൽ എനിക്കൊന്നും കിട്ടാനില്ല. ഇവരുടെ പരമ്പരയിൽ ആരെങ്കിലും ഒരാൾ മുസ്ലിമായി വന്നാൽ അതാണ് എനിക്ക് ലാഭം, എനിക്ക് പ്രയോജനം. അതുകൊണ്ട് അവർ ഒന്നും ചെയ്യേണ്ട. മലയുടെ മകത്തിന് അങ്ങനെ തന്നെ തിരിച്ചു പറഞ്ഞു. എന്താ സംഭവിച്ചത്? ബനൂ സഖീഫ് ഗോത്രക്കാരായിരുന്നു റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ ചെയ്തത്. നബി തങ്ങൾ അവരെ വെറുതെ വിട്ടത് കൊണ്ട് എന്ത് വന്നു? ഇന്ത്യ മുഴുവൻ മുസ്ലിമീങ്ങളായി. നമ്മളൊക്കെ ആക്കിയിരിക്കുക. മുഹമ്മദ് ഇബ്നു ഖാസിം സഖഫി, ബനൂ സഖീഫ് കബീലക്കാരനായ മുഹമ്മദ് ഇബ്നു ഖാസിമാണ് ഇന്ത്യയിൽ ആദ്യമായി
സമയത്തും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ, അല്ലാഹുവിന്റെ കാവലിൽ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ വലയത്തിൽ വളരെ സമാധാനമായി സന്തോഷമായി ഈ പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 29ാമത്തെ ഒറ്റപ്പെട്ട രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള രാവിൽ ഈ മസ്ജിദിൽ വന്ന് ഈ സമയത്ത് ഇരിക്കാൻ നമുക്ക് എവിടെ നിന്ന് ഭാഗ്യം കിട്ടി? നമ്മുടെ എല്ലാവരുടെയും നബിയായ റസൂലായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ബനൂ സഖീഫുകാരെ വെറുതെ വിട്ടതുകൊണ്ടാണ്. അന്നെങ്ങാനും നബിതങ്ങൾ പറഞ്ഞു ബനൂ സഖീഫുകാരെ ഇടയ്ക്ക് മലയുടെ ഇടയ്ക്ക് വെച്ച് ചമ്മന്തിയാക്കിയിരുന്നെങ്കിൽ ചമ്മന്തി ചീറ്റി പോകുമായിരുന്നു, കളിച്ചു പോകും. പിന്നെ നമ്മളാരും കണ്ടത് ഇങ്ങനത്തെ റസൂൽ സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി. ജിബ്രീൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ യൂതന്മാര് ഒരു സ്ഥലത്ത് തങ്ങളിൽ നടന്നു പോകുകയായിരുന്നു. തങ്ങളും 2-3 സഹാബാക്കളും കൂടെ നടന്നു പോകുന്ന സമയത്ത് കുറച്ച് ജൂതന്മാർ ഇങ്ങനെ കൂടിയിരിക്കുന്നു. അതുള്ള സാധാരണ ആളുകൾ എവിടെയെങ്കിലുമൊക്കെ കമ്പോളത്തിലോ വെയിറ്റിംഗ് ഷെഡിലൊക്കെ ആളുകൾ കൂടിയിരിക്കും. അതിൽ ഏതെങ്കിലും നല്ല ആൾക്കാർ കടന്നു പോവുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഓരോ കമന്റ് അടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഓ വലിയ മുത്തക്കി, ഇന്നലെ അവൻ പള്ളിയിൽ കിടന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ്, നമ്മളൊക്കെ പറഞ്ഞിട്ട് കേൾക്കാതെ അങ്ങനെ ചെയ്യില്ല, അവരൊക്കെ ചെയ്യട്ടെ, ഞാൻ കാണാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നത് പോലെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോയപ്പോൾ 3-4 ജൂതന്മാരോട് അവർ കൂടിയിട്ട് പറഞ്ഞു, നമുക്ക് വരുന്നു, നമുക്ക് അയാളൊക്കെ കൊടുക്കണമല്ലോ. ഒരുത്തം പറഞ്ഞ് നബിയോ നിനക്ക് പറയല്ലേ, കേട്ട അയാളെ പഠിച്ചവർ ഇവിടെ ദിവസം കഴിക്കല ആകാശത്തിലേക്ക് പോയി 4 കണ്ണുണ്ടാവുന്നു. അറുപാട് കാണിക്കും, 2 കണ്ണേ ഉള്ളൂ. നബീനെന്നാണ് നമ്മൾ പറയുന്നതിലൊക്കെ 4 കണ്ണാകും എന്ന് പറഞ്ഞാൽ യൂതന്മാരും തന്നെ നബിയായിട്ട് സമ്മതിക്കുന്നു എന്നുള്ള സന്തോഷം കൊണ്ട് തുള്ളിപ്പോകും, നിരത്ത് നിൽക്കില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേ, പറയണ്ട, നമുക്ക് ചോദിക്കാം. ഓ ശരി. അങ്ങനെ തങ്ങൾ അടുത്തേക്ക് വന്നിട്ട് എന്താ ചോദിക്കണമെന്ന് ഒരു നേരത്തെ ആലോചിച്ച് നമുക്കൊരു കാര്യം റൂഹിനെ കുറിച്ച് ചോദിക്കണം. റൂഹിനെ കുറിച്ച് എന്താ ഈ റൂഹ്, ജീവൻ എന്താണെന്ന് ചോദിക്കും. റൂഹ് എന്താണെന്ന് അർത്ഥം പറയുന്നത് അറിയോ? റൂഹ് ഉണ്ടെങ്കിൽ അനങ്ങും, ഇല്ലെങ്കിൽ അനങ്ങാണ്ടിരിക്കും. അറിയോ? നമുക്കറിയാം എന്താ റൂഹ്. റൂഹിനെ കുറിച്ച് ഇന്ന് വരെ ആർക്കും പഠിക്കാൻ പറ്റിയിട്ടില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് പരിശോധിച്ച് നോക്കി, പക്ഷെ റൂഹിനെ കുറിച്ച് പഠിക്കാൻ പറ്റിയില്ല. പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവർ പിടിക്കാനും പഠിച്ചത് പിടിച്ചു വെച്ചത്. റൂഹിനെ മാത്രം പിടിക്കാൻ ആർക്കും പറ്റില്ല. അപകടത്തിൽപ്പെട്ടു, രോഗിയായി, പെണ്ണ ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഒരുപാട് തട്ടി കുറെ ചികിത്സയെല്ലാം ചെയ്തിട്ട് എന്ത് പറയും? ഓ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല, ജീവൻ രക്ഷിക്കാൻ അവർക്ക് സാധിക്കും, എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. സമയമാകുമ്പോൾ നേരത്തെ മരിക്കില്ല, സമയം കഴിഞ്ഞ് ജീവിക്കുകയില്ല. ഡോക്ടർമാരെ കിടഞ്ഞ പരിശ്രമിച്ചു, പക്ഷെ ജീവൻ പിടിച്ചു നിർത്താൻ, രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. നമ്മൾ പറയുന്ന മോഹിനികളും പറയും ഒരുപാട് നോക്കിയിട്ട് ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അവരാണ് ജീവൻ രക്ഷിക്കുന്നത്, ജീവൻ അല്ലാഹുവിന്റെ. അപ്പൊ ഈ ജീവനെ കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ ഇത് തന്നെ ചോദിച്ചേക്കാം. കാരണം നമ്മുടെയൊക്കെ കിതാബുകളിൽ ജീവനെ കുറിച്ച്, റൂഹിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അറിയാമെന്നാണെന്ന് പറഞ്ഞു. ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയണമെന്ന് നമുക്ക് നോക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവര് തീരുമാനിച്ച് വന്നപ്പോൾ സലാം പറഞ്ഞു കൂടി ആ വിശേഷമൊക്കെ ചോദിച്ചാൽ എന്താ ഞാൻ കുറച്ചുണ്ട് സംശയമൊക്കെ ചോദിച്ചോട്ടെ. പറഞ്ഞാലേ ഈ റൂഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റൂഹ് എന്ത് സാധനമാണ്? മറുപടി പറഞ്ഞില്ല. കാരണം അല്ലാഹു തആല റൂഹ് എന്താണെന്ന് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പഠിപ്പിക്കാത്ത കാര്യത്തെ കുറിച്ച് തങ്ങൾ എങ്ങനെ പറയും? അവ മറുപടി പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിച്ചു നിന്നു. ഇവരോട് മറുപടി ഒന്നും പറയാൻ പറ്റില്ല. മറുപടി ഒന്നും പറയാതെ പോയാൽ ഇവർ പറഞ്ഞു വരത്തും ഓ വലിയ നബിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഞങ്ങള് സാധാരണ എല്ലാ മനുഷ്യർക്കും ഉള്ളതാ റൂഹ്. അങ്ങനത്തെ റൂഹ് എന്താണെന്ന് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല. ഇത് പോലും അറിയാത്ത എല്ലാവർക്കും അറിയാവുന്നില്ല, എന്നല്ലേ പറയുള്ളൂ. എന്നാൽ നീ ഒന്ന് പറഞ്ഞു എന്താണെന്ന് അത് പറഞ്ഞ് എല്ലാവർക്കും ഉള്ളതല്ലേ റൂഹ്. ഈ ഉള്ള സാധനത്തെ കുറിച്ച് ചോദിച്ചിട്ട് പോലും മറുപടി പറഞ്ഞില്ല എന്ന് പറയും. തങ്ങൾ അങ്ങനെ നിന്നു. തങ്ങൾക്ക് എന്താണ് മറുപടി പറയേണ്ടത് അറിയാതെ വിഷമിച്ചു നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യസ്അലൂനക അനിർ റൂഹ് വൽറൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. അല്ലാഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്അലൂനക അനിർ റൂഹ്, അവർ തങ്ങളോട് റൂഹിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ തങ്ങൾ പേടിക്കണ്ട. വൽറൂഹു മിൻ അംരി റബ്ബി, ഒറ്റ വാക്ക് റൂഹ് അല്ലാഹുവിന്റെ പിടിയിലും തീരുമാനത്തിലുള്ള സാധനമാണ്. നമുക്കത് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്നും പറ. ആർക്കെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ
അല്ലാഹു തആല എല്ലാവർക്കും ഒരുപാട് അറിവൊന്നും കൊടുത്തിട്ടില്ല. അറിവ് അല്ലാഹുവിൻ്റെതാണ്. അതിൽ നിന്ന് കുറച്ചേ ഉള്ളൂ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞേക്കുന്നു. തങ്ങൾ പറഞ്ഞു അത് അല്ലാഹുവിന്റെ കാര്യമാണ്. അപ്പൊ ആർക്കും മറുപടിയില്ല. കാരണം അവർക്ക് അത്ര അറിയാം. അത് തന്നെ അവർ ചോദിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ സമാധാനമായി തങ്ങളെ കൊടുത്തു നിർത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ലിനുസബ്ബിത ബിഹി ഫുആദക, തങ്ങളുടെ മനസ്സിന് ഉറപ്പ് തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് പറഞ്ഞു. ബദറിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി സഹാബാക്കളെയും കൊണ്ട്. എത്ര സഹാബാക്കൾ ഉണ്ടായിരുന്നു? ബദറിൽ എത്ര സഹാബാക്കൾ ഉണ്ടായിരുന്നു? 13 സഹാബാക്കൾ ഉണ്ടായിരുന്നു. ഈ 313 സഹാബാക്കൾ യുദ്ധത്തിന് തയ്യാറായി പോയവരായിരുന്നു? ഇല്ല. അവർ യുദ്ധത്തെ കുറിച്ച് ആലോചിച്ചു പോലുമില്ലായിരുന്നു. ആലോചിക്കാതെ പോയതാ. കച്ചവട സംഘത്തെ പിടിച്ച് അവരുടെ മുതലെല്ലാം വാങ്ങി ഇസ്ലാമിനെതിരിൽ ചെലവഴിക്കുന്നതിൽ നിന്ന് പ്രതിരോധിക്കാമെന്ന് പറഞ്ഞ് കച്ചവട സംഘത്തെ 10-40 പേർ ഉൾപ്പെടുന്ന കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടിയാണ് ഈ 313 പേർ. ആയുധങ്ങളും വലിയ കാര്യമായിട്ടില്ല, വാഹനങ്ങളും ഇല്ല, ആഹാര സാധനങ്ങളും ഇല്ല, വേഗം ജോലി കൊടുത്തു വരാമെന്ന് പറഞ്ഞു പോയതാണ്. അവിടെ പോയപ്പോഴാണ് കച്ചവട സംഘം വേറെ വഴിക്ക് രക്ഷപ്പെട്ടു പോയി. ശത്രുക്കൾ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി 1000-ഓളം പേര് എല്ലാ സന്നാഹങ്ങളോടും കൂടി ബദറിൽ വന്നെത്തി. നേരത്തെ വന്ന് സ്ഥലം പിടിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കുട്ടനെയും വകവരുത്തിയിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് അവർ തീരുമാനിച്ചു. ഉറപ്പിച്ച യുദ്ധത്തിന് തയ്യാറായി. അവിടെ പോയില്ല. ഇവർ നിൽക്കാതെ തിരിച്ച് മദീനയിലേക്ക് പോയാൽ മദീനയെ കടന്ന് ആക്രമിക്കാനുള്ള ഉദ്ദേശത്തിൽ അവരോട് നിൽക്കുന്നു. അപ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഹാബാക്കളെയും കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നത്. നമ്മൾ തിരിച്ചു പോയാൽ ഇവർ മദീനയിലേക്ക് കയറി ആക്രമിക്കും. ഇവർ ഇവിടെ നിന്ന് തടഞ്ഞില്ലെങ്കിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവര് ശ്രമിക്കും. എന്താ ചെയ്യേണ്ടത് ആലോചിച്ചു. വഴിയില്ല, ചെയ്യാൻ നോക്കിയിട്ട് മാർഗമൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ആലോചിച്ചു. വീണ്ടും ആലോചിച്ചു. അവസാന സഹാബാക്കൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾ തങ്ങളുടെ പ്രതിനിധികളാം. തങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കോളി, ഞങ്ങൾ കൂടെ നിന്നോളാം. ഇത് ഞങ്ങൾ കൂടെ കൂടിക്കൊള്ളാം. ഏത് ത്യാഗവും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. തീരുമാനം പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറായി. പക്ഷെ യുദ്ധം ചെയ്യാൻ തയ്യാറായെങ്കിലും ഒരു ഉറപ്പില്ല, ഉറപ്പ് കിട്ടുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ ആലോചിക്കുന്നത് എന്ത് ചെയ്യണം, ഈ സഹാബാക്കളെ കൊണ്ട് എങ്ങനെ യുദ്ധം ചെയ്യാൻ, എങ്ങനെ നിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയറിയിക്കുന്ന നിമിതങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേടിക്കുന്നു. രണ്ടാമത്തെ വിഭാഗത്തെ തങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരാമെന്ന് അല്ലാഹു തങ്ങളോട് വാദ ചെയ്തതല്ലേ. വൈദ യഅദുകുമുല്ലാഹു ഇന്ന ഖാലിഫതൈനി അന്നഹാ ലകും വതവദ്ദുന അന്ന ബൈറദാതി ശൗഖതി തകുതു ലകും. നിങ്ങൾക്ക് കച്ചവട സംഘം കിട്ടിയാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ പിടിച്ചോണ്ട് പോകാമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അത് കിട്ടിയാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അല്ലാഹു തആല ഉറപ്പിച്ചല്ല പറഞ്ഞത്. രണ്ടാമത്തെ വിഭാഗത്തെ കീഴ്പ്പെടുത്തി തരാമെന്ന് അല്ലാഹുവിന്റെ വാദയാണ്. കച്ചവട സംഘം പോയിട്ട് ഇനി അടുത്തത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തന്നേക്കുന്നു. 1000-ഓളം വരുന്ന ഖുറൈശികളുടെ നേതാക്കന്മാരെ നിങ്ങൾക്ക് തരാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കണ്ണിൽ അവരുടെ എണ്ണം കുറച്ച് കാണിച്ചു. അവരുടെ കണ്ണിൽ നിങ്ങളുടെ എണ്ണം നിങ്ങൾ ഉള്ളതിനേക്കാൾ കുറച്ച് കാണിച്ചു. കൂടുതലെക്കാരും കാണിച്ചാൽ എനിക്ക് സാധിക്കും. നിങ്ങൾ 313 പേരെ 3300 പേരായിട്ട് കാണിക്കാൻ എനിക്ക് സാധിക്കും. അവർ ജീവനം കൊണ്ട് പേടിച്ചോടുമായിരുന്നു. അങ്ങനെ ഓടിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷെ അവർ ഓടിക്കാൻ ഞാൻ വിചാരിച്ചില്ല. നിങ്ങളുടെ പിടിയിൽ അകപ്പെടുത്തി, നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി അവരെ കൊന്നെടുക്കാൻ അല്ലാഹു തീരുമാനിച്ച കാര്യം നടപ്പിലാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണിൽ അവരെ കുറച്ച് കളിച്ചു. 1000 ഒരു 10-100 ഇവന്മാർക്കെല്ലാം ചിന്തമാണ്. നമ്മൾ 313 തിരിച്ചവർ നോക്കിയപ്പോ സഹാബ അവർ 10-60 പേരെ പറ്റിയുണ്ട്. നമ്മൾ 1000 ഉണ്ട്. ഇവന്മാരെ പിടിച്ച് കാസയ്ക്ക് നമുക്ക് കയ്യിൽ വെച്ചിട്ട് എത്തിയാൽ അവർ ഊതിക്കളയാവും. സമാധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് രാത്രി ഞാൻ മഴ പെയ്യിപ്പിച്ചു. എന്തിനാ മഴ പെയ്യിപ്പിച്ചത്? നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം ഇറക്കി തരാൻ, നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ. അല്ലാഹുവിന്റെ വഹിയാണത്. നിങ്ങൾക്ക് സമാധാനം. നമുക്കൊക്കെ മതം എന്ത് വേണം? ഒരു പൊതി ബിരിയാണി ഉള്ളത്. അതിന്റെ ദിനത്തിൽ ഒരു പൊതി ബിരിയാണി കിട്ടിയാൽ നമുക്ക് സന്തോഷമായി, സമാധാനം. അതിനു വേണ്ടിയാണ് നമ്മളെ കാണാൻ പറ്റുന്നത്.
വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നും ആളുകൾ മുഅ്മിനീങ്ങൾ ഉറച്ചു നിന്നാൽ എങ്ങനെ അല്ലാഹുവിന്റെ സഹായം കിട്ടുമെന്നും എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ കൂടി പഠിപ്പിച്ചു. അല്ലാഹു പറഞ്ഞു, തെളിവ് കണ്ട് വിശ്വസിച്ച് ഉറപ്പിക്കണവർ ഉറപ്പിച്ചാൽ മതി. തെളിവ് കണ്ട് തന്നെ വിശ്വസിക്കാത്തവൻ നശിച്ചു പോകണം. അതിനുവേണ്ടിയാണ് ഞാൻ ബദർ നടത്തിയത്. നശിക്കുന്നവൻ കണ്ട് മനസ്സിലാക്കി തെളിവ് അറിഞ്ഞു തന്നെ നശിക്കണം. അബൂലഹബ് കൂട്ടരും മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക തന്നെ ചെയ്യും. എത്ര ശക്തിയില്ലാത്തവരെയും അല്ലാഹു സഹായിച്ചാൽ അവർ വിജയിക്കും. അബൂലഹബിനും കൂട്ടർക്കും ഉറപ്പായി. അതിനാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലെ പൊട്ടക്കണക്കിൽ വിമാനം വലിച്ചിട്ട് പോയി കരയ്ക്കുന്നത് ചോദിച്ചില്ലേ, ഇന്നാ വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖ ഫഹൽ വജദ്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖ. ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് വഅദ ചെയ്ത കാര്യം സത്യമായി പുലർന്നു, ഞങ്ങൾ അനുഭവിച്ചു. നിങ്ങളുടെ റബ്ബ് പറഞ്ഞു നമ്മൾ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സത്ത് കിടക്കുന്ന ചവങ്ങളോട് തങ്ങൾ സംസാരിച്ച് അവർ കേൾക്കുപോയി പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല അവരെ കേൾപ്പിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാഹു കേൾപ്പിച്ചു കൊടുക്കും എന്നോട് പറയാൻ പറഞ്ഞതുകൊണ്ട് അവരെ ആക്ഷേപം, കുറ്റപ്പെടുത്തൽ, ഖേദം, ദുഃഖം എല്ലാം അവർക്കുണ്ടാകാൻ വേണ്ടി ഞാൻ പറഞ്ഞത് അല്ലാഹു കേൾപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചോദിക്കാൻ കാര്യമാണ്, ഉറപ്പിച്ചു. തെളിവോട് കൂടി അവർക്ക് മനസ്സിലായി, ബോധ്യം വന്നു, ജയിക്കുക തന്നെ ചെയ്യും അല്ലാഹുവിന്റെ ശക്തി. അതിനാണ് വിജയം വന്നത്. വിജയിച്ചവരോ അവരും സഹാബാക്കൾക്ക് ഉറപ്പുവരണം, അല്ലാഹുവിന്റെ തീരുമാനം തന്നെ നടപ്പിലാകും. ഞങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞാലും കുഴപ്പമില്ല, ആയുധം കുറഞ്ഞാലും കുഴപ്പമില്ല, യാത്രാ സൗകര്യങ്ങൾ കുറഞ്ഞാലും കുഴപ്പമില്ല, യുദ്ധസന്നാഹങ്ങൾ കുറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കഴിക്കാൻ ആഹാരമില്ല. എന്താ ആഹാരം ഉണ്ടായിരുന്ന സഹാബാക്കൾക്ക്? ഒന്നുമില്ല. യുദ്ധത്തിലേക്ക് ശത്രുക്കളുടെ മുമ്പില്, യുദ്ധത്തിന്റെ മുമ്പിലേക്ക് പോകുന്ന ആള് സഹാബി കൈയെടുത്ത് വെച്ച് ആവനാഴിയിൽ നിന്ന് കൈയിട്ട് നോക്കിയപ്പോ കിട്ടിയത് 7 ഈത്തപ്പഴമാകും കിട്ടിയത്. നമുക്ക് നോക്കാൻ പോലും കഴിയില്ല 7 ഈത്തപ്പഴം. പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ് 3-4 ലോകത്തൊന്നും നിർത്തുന്നത്. ഇക്കാമ്പ് കൊടുക്കുന്നത് വളരെ ഒരു 15 മിനിറ്റ് കൊടുക്കുവാണെങ്കിൽ ഈത്തപ്പഴം ഒഴിവാക്കി തിരിക്കാനും തോന്നുന്നത് നോമ്പ് മുറിക്കാൻ തരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വേറെ വലിയ നോമ്പ് കുറേ ഉണ്ട്. എത്രയാ നിന്ന് കൂട്ടുന്ന റമദാൻ അല്ലാഹു തആല തിന്നാതിരിക്കാൻ വേണ്ടിയാണ് നിർബന്ധമാക്കിയത്. പക്ഷെ നമ്മൾ തിന്നാൻ വേണ്ടി മാത്രമാക്കിയിരിക്കുന്നത്. സഹാബാക്കൾ നിന്നു, 7 ഈത്തപ്പഴം കയ്യിൽ വെച്ചു. ഒന്നെടുത്ത് തിന്നു, 2 തിന്നു, 3-മത്തതും എടുത്ത് തിന്നു. ഇനിയും നോക്കിയപ്പോ കയ്യിൽ 4 ബാക്കി. 4 ബാക്കിയിരിക്കുന്നു. അല്ലാഹു അക്ബർ. ശത്രുക്കൾ അവിടെ തയ്യാറായി നിൽക്കുന്നു. അവരിങ്ങോട്ട് ആക്രമിച്ച് കിടക്കുന്നു. ഇതിനിടയിൽ അവരോട് യുദ്ധം ചെയ്ത് ഷഹീദായി സ്വർഗത്തിൽ പോകാൻ ഞാൻ ഇനി ഈ 4 കൂടെ തിന്നോണ്ട് നിന്ന എത്ര താമസം വരും? ലൈൻ അന ഹയ്യതു ഹത്താ ആഖുദ തഖറാതി ഹാദി ഇന്ന ഹാദാ ഹയാത്തുൻ തവീല വത്തയ്യത്ത്. വേണ്ട, ഈ 4 ഈത്തപ്പഴം തിന്നാൻ വേണ്ടി ഞാൻ താമസിച്ചാൽ സ്വർഗത്തിൽ പോകുന്നതിൽ നിന്ന് അത്രയും താമസിച്ചു പോകും. അതുകൊണ്ട് ഈത്തപ്പഴം വേണമെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് സഹാബി യുദ്ധത്തിലേക്ക് ചാടി ഷഹീദായി. ഇതാണ് ബദർ. ഇത് പഠിപ്പിക്കാനാണ് സഹാബാക്കൾക്ക് ബോധ്യപ്പെട്ടു. ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാ ബദറിന്റെ ദിനം. ഇതാരെങ്കിലും ബദറിനെ അനുസ്മരിക്കാറുണ്ടോ? അതോ ബദറിന്റെ ചോറാണ് അനുസ്മരിക്കുന്നത്? ബദറിലേക്ക് 17-ാം കാലത്ത് വരുന്ന ആൾക്കാരെല്ലാവരും ചോദിക്കുന്നത് എന്താ? പൊതി ബിരിയാണിയാണോ, നെയ്ച്ചോറാണോ, അതോ വല്ല ചായയും കടിയും മാത്രമേ ഉള്ളോ? ഇന്നത്തെ പുതിയ കമ്പനിക്കാരെന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? കാശൊന്നും ഒരുപാട് വീഴ്ച കണ്ടില്ലല്ലോ. ഇതാണ് ചർച്ച. ബദറിനെ കുറിച്ച് വേറെ ചർച്ചയൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നേരെ മനസ്സിലാക്കാൻ നമുക്കെല്ലാം ബാധ്യത തരട്ടെ. അപ്പോൾ വഹീ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബദറിൽ നിൽക്കുന്നു. ഉഹദിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ല് പൊട്ടി, തങ്ങളുടെ മുഖത്ത് നിന്ന് രക്തം വന്നു. സഹാബാക്കൾ പലരും ഷഹീദായി. ശത്രുക്കൾ കടന്നാക്രമിച്ചു. ആകെ വിഷമിച്ച് നിൽക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോന്നി, തങ്ങൾ പറഞ്ഞു, സ്വന്തം നബിയുടെ പല്ല് പൊട്ടിച്ച് സ്വന്തം നബിയുടെ മുഖത്ത് രക്തം ഒലിപ്പിച്ച ഈ ജനത എങ്ങനെ വിജയിക്കാൻ? നബിയുടെ മുഖത്ത് രക്തം പുരട്ടിയ ആളുകൾ എങ്ങനെ ജയിക്കാൻ? വിഷമം കൊണ്ട് പറഞ്ഞത്. വിഷമം കൊണ്ട് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തങ്ങൾ അങ്ങനെ വിഷമത്തിന്റെ പേരിൽ തീരുമാനം പറയാനൊന്നും പറ്റില്ല. തങ്ങൾ അങ്ങനെ പറയേണ്ട ആളല്ല. തങ്ങൾ സഹിക്കും. അല്ലാഹുവിന്റെ തീരുമാനത്തിന് അല്ലാഹു തആല തങ്ങളോട് ഏൽപ്പിച്ച കാര്യം പറഞ്ഞ തങ്ങളുടെ സഹാബാക്കൾ തങ്ങളുടെ തീരുമാനത്തെ
പറയുന്നത്. അത് ചെയ്യാതിരുന്നിട്ട് എന്തിനാ തങ്ങൾ അവരെ പറയുന്നത്? ലൈസ ലക മിനൽ അംരി ശൈഉൻ. അവരുടെ കാര്യത്തെ കുറിച്ച് തീരുമാനമൊന്നും പറയാൻ തങ്ങൾക്ക് അവകാശമില്ല, അത് ഞാൻ ചെയ്തോളാം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓരോരോ സന്ദർഭത്തിലും നിയമങ്ങൾ അറിയണം, നിയമങ്ങൾ അറിയാൻ വേണ്ടി വിഷമിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്ഥലത്തേക്ക് യുദ്ധത്തിന് പോയി. ബനീ മുസ്തലഖിനോട് യുദ്ധത്തിന് വേണ്ടി പോയപ്പോൾ സാധാരണ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ് യുദ്ധത്തിനാണെങ്കിലും മറ്റ് യാത്രയിലാണെങ്കിലും ഭാര്യമാരെ ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകുന്ന പതിവ്. ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യമാർ കൂടുതലുള്ളത് കൊണ്ട് 9 ഭാര്യമാരുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ആകെ 11 വിവാഹവും കഴിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തങ്ങൾ ഭാര്യമാർക്ക് വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി നടക്കും. 2 ഭാര്യമാരങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ പെണ്ണുങ്ങൾ തമ്മിൽ വഴക്കൂടില്ലേ? അപ്പൊ അവരുടെ ജീവിതം തന്നെ അവതാളത്തിലാകും 2 പെണ്ണുങ്ങൾ. പിന്നെ എന്റെ 10 പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുന്നത് എല്ലാവരും പറഞ്ഞു നടക്കുന്നത് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം 4 കെട്ടികളാണ്. മുസ്ലിമീങ്ങൾ 1 കെട്ടിയിടുന്നിട്ട് അവിടെ ചേർന്ന് അനുഭവിക്കുക ഇഷ്ടംപോലെ. പിന്നെ 4 കെട്ടാൻ ആലോചിക്കുക പോലും ഇല്ല. പക്ഷെ മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്നതെല്ലാം 4 കെട്ടികളാണ്. തങ്ങൾ ഈ ഭാര്യമാരെ കൊണ്ടുപോകാൻ വേണ്ടി നറുക്കിട്ട് ആരുടെ നറുക്ക് വീഴുന്നു അവരെ കൂടെ കൊണ്ടുപോകും. ഇപ്പൊ പഴക്കമില്ലല്ലോ ആർക്ക്, ഓരോ സന്ദർഭത്തിൽ ഓരോരുത്തർ. ആ സന്ദർഭത്തിൽ നറുക്ക് വീണത് ആയിഷ സിദ്ദീഖാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നറുക്ക് വീണു, അവരെ കൊണ്ടുപോയി. പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, പണ്ട് കാലത്തൊക്കെ ഇപ്പോഴെ കൊണ്ടുവന്നില്ല. സാധാരണ ചെയ്യാൻ മണിക്കുകയും ചെയ്യും. ഒരു കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വീട്ടില് പാലുകാച്ചിന് പോകണം, എന്തെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ പെണ്ണുങ്ങൾ സാധാരണ കൂടുതലുള്ളവരെടുത്തോ അല്ലെങ്കിൽ അയൽവക്കത്തിനൊക്കെ ആഭരണങ്ങളൊക്കെ ഏതോ മേടിച്ചിട്ടുകൊണ്ട് പോകും, കാണിക്കും. അല്ലെങ്കിൽ പിന്നെ മാലയില്ല, വളയില്ല, മോതിരമില്ലാതൊക്കെ പോയാൽ ഒന്നും ഇല്ലാത്തവരാണെന്നവർക്ക് തോന്നില്ല. അതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ നന്നാകാൻ വേണ്ടി പണ്ടൊക്കെ ആണെങ്കിൽ നല്ല സാരിയും കൊണ്ടുമൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ അത് തന്നെ വാഴ മേടിച്ചു കൊടുത്തുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല, ആർക്കും താല്പര്യവുമില്ല. ഇപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ വെച്ചായിരുന്ന തുണിയെല്ലാം വെക്കാൻ തന്നെ തടവില്ലാതെ അത്രയും ഡ്രസ്സുകളാണ്. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നേരത്തെ പെരുന്നാളാകുമ്പോൾ ഡ്രസ്സ് എടുത്താൽ വർഷം മുഴുവൻ അടുത്ത പെരുന്നാളിനാണ് ഡ്രസ്സ് എടുക്കുന്നത്. ഇപ്പോൾ ആഴ്ചക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകും. ഒരാഴ്ച കൊണ്ടുവന്ന ഡ്രസ്സ് ഒരാഴ്ച ഇട്ട് കഴിഞ്ഞപ്പോൾ അത് പഴകി പിന്നെ അടുത്തത് ഇഷ്ടംപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത രീതിയിലേക്ക്. പണ്ടത്തെ കാലത്ത് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ യാത്രയിലാണെന്ന് വിചാരിച്ച് ഒരു കൂട്ടുകാരി എടുത്ത് ഒരു മാല വാങ്ങിച്ചുകൊണ്ട് പോയി പോകാം. ആഗ്രഹത്തിന്റെ പേരിൽ യാത്രയല്ലേ എന്ന് വിചാരിച്ച് സ്വർണത്തിന്റെയും തങ്കത്തിന്റെയും ഒന്നും മാലയല്ല, അവരുടെ ഒരു പാവിടത്തിന്റെ മാല, മുത്ത് പോലത്തെ ഇപ്പോഴത്തെ മുത്തുമാല പിള്ളേരൊക്കെ വാങ്ങിച്ചിരുന്ന കണ്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു മുത്തുമാല അത് വാങ്ങിച്ച് കടുത്തിട്ടുണ്ട്. ഇട്ടോട്ട് പോയി. ഇതെല്ലാം കഴിഞ്ഞു. ബനീ മുസ്തലഖുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അതെല്ലാം കഴിഞ്ഞു തിരിച്ചു വരികയാണ്. തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരോടും യാത്ര ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞ് വന്നു. അപ്പൊ അവിടെ താമസിക്കാൻ കൂടുതൽ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തിരിച്ച് നമുക്ക് പോകാം, എവിടെയെങ്കിലും എത്തിയിട്ട് നമുക്ക് താവളം അടിക്കാമെന്ന് പറഞ്ഞ് പോകാം. അങ്ങനെ പോകാൻ വേണ്ടി തയ്യാറായപ്പോൾ സാധാരണ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് പോകുന്ന ഒരു പതിവുണ്ട്. അത് വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹ യാത്രയല്ലേ എന്ന് വിചാരിച്ച് എന്തോ പരമോത്തരത്തിന് ആവശ്യം വന്നു. അന്ന് ഇതുപോലെ ഉടനെ പ്ലംബറിന്റെ ബാത്റൂമും കൈ കൊണ്ടു നടക്കാവുന്ന ബാത്റൂം ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ ബസ്സിലും കാറിലും ഒക്കെ ബാത്റൂമാണ്, കയ്യിൽ കൊണ്ടു നടക്കാൻ വേണമെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അന്ന് അതൊന്നും ഇല്ല. എത്രയും ദൂര സ്ഥലത്തേക്ക് വിജനമായ സ്ഥലത്ത് ആള് കാണാത്തടുത്ത് അകലത്തിൽ പോകണം. അപ്പൊ അവർ പോയി ദൂര സ്ഥലത്ത് പോയി അവരുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വന്ന് വാഹനത്തിൽ കയറാൻ നോക്കി തപ്പി ആരുടെയോ വാങ്ങിച്ചുകൊണ്ട് വന്ന തിരിച്ചങ്ങോട്ട് പോയാൽ വല്ല രക്ഷയോടെ കൊണ്ടുപോയി കൊടുക്കാനില്ല. അവസാനം അവിടെ നിന്ന് ഈ മാല കുത്തിപ്പോയത് തേടി നടന്ന് കുറേ സമയം നടന്ന് കഷ്ടപ്പെട്ടതല്ലാതെ മാല കിട്ടില്ല. അവസാനം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹാബാക്കളെ വിളിച്ച് ഏൽപ്പിച്ചു, നിങ്ങളൊക്കെ ഈ പോയ വഴിക്കൊക്കെ പോയി നോക്ക്, ആ ഭാഗത്ത് എവിടെയെങ്കിലും വല്ല പൊട്ടി മണ്ണിന്റെ അടിയിലോ മണലിലോ ഒക്കെ വീടുകളൊക്കെ എവിടെയെങ്കിലും മടക്കി കിടപ്പുണ്ടോ നോക്കിയിട്ട് വരാം. എല്ലാവരും പോയി നോക്കി കിട്ടിയില്ല. അവസാനം വലിയ വിഷമമായപ്പോ നീ എന്ത് ചെയ്യും ആലോചിച്ചിരുന്നു. അപ്പോ അതിന്റെ ഇടയ്ക്ക് നിസ്കാരത്തിന് സമയം, നമസ്കരിക്കണം, പോകേണ്ട സമയം താമസിച്ച് നമസ്കാരത്തിന്റെ സമയമായ ഉദു ചെയ്ത് നമസ്കരിക്കണം. നോക്കിക്കും വെള്ളമില്ല, ആരുടെ കയ്യിലും വെള്ളമില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും തീർന്നുപോയി. ആ പരിസരത്ത് എവിടെയും വെള്ളവുമില്ല. കുടിക്കാൻ വെള്ളമില്ലാതെ വിഷമിക്കുന്നു, ഉദു ചെയ്യാൻ വെള്ളമില്ലാതെ വിഷമിക്കുന്നു. കുടിക്കാൻ വെള്ളമില്ല, സഹിക്കാം.
അങ്ങേയറ്റം വന്നാൽ മരിച്ചു പോകും. പക്ഷെ നിസ്കരിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടാവും. ദുആ ചെയ്യണ്ടേ? എന്ത് ചെയ്യും സഹാബാക്കളാണ്? അവരെ നോക്കിയിട്ട് പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പോയി പറഞ്ഞു, നിങ്ങളുടെ മകൾ ചെയ്ത പണി എത്ര അക്രമമായി, മനുഷ്യനെ മുഴുവൻ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു. വെള്ളവുമില്ല, ആരുടെയും കയ്യിലും വെള്ളമില്ല, ഈ പരിസരത്തും വെള്ളമില്ല, കുടിക്കാനും വെള്ളമില്ല, നിസ്കരിക്കണ്ടേ? ഈ നിങ്ങളുടെ മകൾ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോയി ഒരുപാട് ആളുകൾ കണ്ടിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ മകൾ ചെയ്ത പണിയല്ലേ, ദേഷ്യം വന്നു മകളോട്. വേഗം അവിടെ എഴുന്നേറ്റ് വന്നു. അത് നോക്കിയപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തല വെച്ച് കിടന്നു ഉറങ്ങുന്നു. ഇവിടെ ഞങ്ങൾ ഉണർത്താൻ പറ്റില്ല. മകളോടുള്ള ദേഷ്യവും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ വാപ്പാവത്തെ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. നീ എന്റെ ഇത്രയും വലിയ ആക്രമണം ചെയ്തത് ഈ മനുഷ്യന്മാർ മുഴുവൻ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? കുടിക്കാനും വെള്ളമില്ല, കുളിക്കാനും വെള്ളമില്ല, ഉദു ചെയ്യാൻ നിവൃത്തിയില്ല, നിസ്കരിക്കാൻ പറ്റില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ദേഷ്യം വന്ന് വർത്താനം പറഞ്ഞ് അവസാനം എനിക്കൊരു കുത്താൻ തുടങ്ങി. കുത്തുമണി വെക്കും. എന്റെ കുത്തി, എന്റെ എളിയിലും എല്ലാം അബൂബക്കർ വാപ്പ കുത്തി. എനിക്ക് സഹികെട്ട് ഞാൻ കിടന്ന് പിടയ്ക്കേണ്ടതായിരുന്നു വേദനയുടെ പേരിലും. പക്ഷെ മടിയിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം കിടന്നുറങ്ങുന്നത് എനിക്ക് അനക്കാൻ പറ്റുന്നു. ഞാൻ അനങ്ങിയ തങ്ങളുടെ ഉറക്കം ഉറക്കത്തിന് കേടുവരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതെല്ലാം സഹിച്ച് അനങ്ങാതെ ഇരുന്നു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു നമ്മൾ പോയി കുറെ നേരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ കൊണ്ടിരിക്കുക. സഹാബാക്കളെല്ലാം അല്ലാഹു അക്ബർ, എന്തായിരിക്കും ശരി? എല്ലാവരും വിഷമിച്ചു. എന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അവിടെ നിന്ന് പോകാൻ പറഞ്ഞാൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നിസ്കാരത്തിന്റെ സമയമായി. ആകെ വിഷമിച്ചിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്താ ഉദു ചെയ്യാൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വെള്ളമുള്ള ഉദു ചെയ്യും. വെള്ളം ഇല്ലാത്തപ്പോൾ എന്ത് ചെയ്യണം പറഞ്ഞിട്ടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലാ സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. ഉദുവിന്റെ കാര്യം പറഞ്ഞു. ഉദു അറിയുന്നു. പക്ഷേ വെള്ളം ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യണം? ഇസ്ലാം പറഞ്ഞു കൊടുത്തു. ഓതി കേൾപ്പിച്ചു. വഇൻ കുന്തും മർദാ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിബി ഔ ലാമസ്തുമുൻ നിസ്സാഅ ഫലം തജിദൂ മാഅൻ ഫതയമ്മമു സഈദൻ തയ്യിബാ ഫംസഹൂ ബിവുജൂഹിക്കും വഅയ്ദീകും. വെള്ളമില്ലാതെയായി, യാത്രയിലായിപ്പോയി, ശുദ്ധിയാക്കാൻ മാർഗമില്ലാതെ, അല്ലെങ്കിൽ രോഗികളായിപ്പോയി, പേടിക്കേണ്ട. ശുദ്ധമായ മണ്ണിലടിച്ച് കയറ്റം ചെയ്ത് നിങ്ങൾ നമസ്കരിച്ചോളി. ഇത് ഉദുവിന് പകരമാണ്. മടിയോ പ്രശ്നം തീർന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലേക്ക് വഴക്കുണ്ടാക്കിയ സഹാബാക്കളെല്ലാം പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ നിങ്ങളെ കൊണ്ട് കിട്ടുന്ന ഉപകാരം കണക്കുമില്ലല്ലോ. എന്തെല്ലാം ഉപകാരമാണ് നിങ്ങളെ കൊണ്ട് കിട്ടുന്നത്. ഇപ്പത്തെ ഞങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായി. ഓ അബൂബക്കർ കുടുംബമേ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ അനുഗ്രഹമൊന്നുമല്ല ഇത്. എന്തെല്ലാം വർക്കത്താണ് നിങ്ങളെ കൊണ്ട് കിട്ടി. നേരത്തേക്ക് പറഞ്ഞ വഴക്കുണ്ടാക്കി പോകത്തില്ല. ഇപ്പൊ കിട്ടിയപ്പോ പ്രശ്നം പരിഹരിച്ചോ വലിയ സന്തോഷം. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ സന്തോഷം. അവരോട് പോയി വലിയ സന്തോഷം പറയുന്നുണ്ട്. എല്ലാവരും തയ്യാറം ചെയ്തു, നമസ്കരിച്ചു, സന്തോഷത്തോടുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോകാമെന്ന്. മകളെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, പോയേക്കാമെന്ന് പറഞ്ഞു. ശരി, എല്ലാവരും സന്തോഷത്തോടെ പോകാൻ വേണ്ടി തയ്യാറായി. ആയിഷ റളിയല്ലാഹു അൻഹ പോകാൻ വേണ്ടി വാഹനത്തിൽ കയറാൻ വേണ്ടി ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടി ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ചപ്പോൾ ഒട്ടകത്തിന്റെ അടിയിൽ മാല കിട്ടി. ഒട്ടകത്തിന്റെ അടി കിടക്കുന്നു. വഴിയിൽ നോക്കിയാൽ കിട്ടും. മാലയും കിട്ടി. നിയമം ചെയ്യാനുള്ള നിയമം വഹിയും സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം കാര്യങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. 40 ദിവസത്തോളം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിച്ചു നടന്നു കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ലികുല്ലി ഇംരിഇൻ മിൻകും മക്തസബ മിനൽ ഇസ്ം വല്ലദീ തവല്ലാ കിബ്റഹു മിൻകും ലഹു അദാബുൻ അളീം എന്ന് തുടങ്ങുന്ന റുകൂ മുഴുവൻ. എന്നിട്ട് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പരിശുദ്ധയാണ്, അവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞതാണ്. ഈ ഇല്ലാത്ത അപവാദം പറഞ്ഞപ്പോൾ കേട്ട മുഅ്മിനീങ്ങളെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ ഇതില്ലാത്ത കാര്യം അപവാദം പറയുന്നതാണ്, അങ്ങനെയൊന്നും ആയിഷയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല എന്നല്ല മുഅ്മിനീങ്ങൾ പറയേണ്ടത്. ആരെക്കുറിച്ചെങ്കിലും അപവാദം പറയുന്നത് കേട്ടാൽ അത് ഏറ്റുപിടിക്കുകയാണോ ചെയ്യേണ്ടത്? അതിനെ നിഷേധിക്കുകയല്ലേ ചെയ്യേണ്ടത്? ലൗലാ ഇൻ സമഅ്തുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ സുബ്ഹാനക ഹാദാ
പേര് പോയില്ല, അവരുടെ തൗബ സ്വീകരിക്കാതെ അള്ളാഹ് മാറ്റിവെച്ചു. 50 ദിവസം കിടന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി പരിഹാരം. തഖത്തഅല്ലാഹു അലൽ നബിയ്യി വൽ മുഹാജിരീൻ والذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم ليتوبوا. എല്ലാവരുടെയും തൗബ സ്വീകരിച്ചു. പിന്നെ അവർ 3 പേരെ മാറ്റി നിർത്തിയിട്ടില്ലായിരുന്നു. وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا. ആ മാറ്റി നിർത്തിയ 3 പേരുടെ തൗബയും സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ സ്വഭാവം തന്നെ നമ്മുടെ കാലത്തുള്ള സ്വഭാവം സഹാബാക്കളെ കുറ്റം പറയും, സഹാബാക്കളെ ആക്ഷേപിക്കുന്നു, സഹാബാക്കളെ കുറിച്ച് വിശ്വാസമില്ലാതിരിക്കുക, സഹാബാക്കൾ റിവായത്ത് ചെയ്ത ഹദീസുകളെ കുറിച്ച് ആക്ഷേപം പറയുക, സഹാബാക്കൾ മോശക്കാരാക്കി അവർ നിവേദനം ചെയ്ത ഹദീസുകളെയും മോശമാക്കി അംഗീകാരമില്ലാതെയാക്കി ദീനിന്റെ ഒരുപാട് നിയമങ്ങളെ തള്ളിക്കളയുക. ഇതാണ് നമ്മുടെ അവസ്ഥ. സഹാബാക്കളെ കുറിച്ച് എഴുതുന്നു ആളുകൾ, എത്ര മാസികകളിലാണ് എഴുതുന്നത്, എത്ര വാരികകളിലാണ് എഴുതുന്നത്. ഓരോരുത്തരുടെ അഭിമാനം സഹാബാക്കളെ ചീത്ത പറയാനാക്കി വെച്ചിരിക്കുന്നു, സഹാബാക്കളെ ചീത്ത പറയാനാക്കി വെച്ചിരിക്കുന്നു. സഹാബാക്കളെ കുറിച്ച് ചീത്ത പറയാം, ആക്ഷേപിക്കാം, ഇരുന്നോട്ടെ. പക്ഷെ എവിടെ നിന്നാണ് സഹാബാക്കളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സഹാബാക്കളുടെ മഹത്വത്തെ കുറിച്ച് നമ്മൾ എവിടെ പഠിക്കണം? ഇന്ന് എഴുതുന്ന ആളെങ്കിലും ചോദിച്ചാണ് പഠിക്കേണ്ടത്. ഏതെങ്കിലും മാസികയിൽ എഴുതിയിരിക്കുന്നതാണ്. ഓരോരുത്തർ ലേഖനങ്ങൾ ഇട്ട് വന്ന് ഫോൺ ചെയ്ത് ചോദിക്കുന്നു, നേരെ ചോദിക്കുന്നു, ഉസ്താദേ ആ സഹാബിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താ ഇത്? അവരുടെ ഹദീസ് എങ്ങനെ സ്വീകരിക്കും? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കള്ളനെന്ന് പോലും പറയാൻ ധൈര്യപ്പെടുന്നു. കാരണം ഒരുപാട് ഹദീസ് റിവായത്ത് ചെയ്തു. അങ്ങനത്തെ ആളുകളായിട്ട് നമുക്കിടയിലുള്ളത്. നമ്മളൊക്കെ വായിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളിൽ, ഒരുപാട് മാസികകളിൽ ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ വായിക്കാൻ വേണ്ടി എവിടെ തപ്പിപ്പോകുന്നുണ്ട്. എല്ലാവർക്കും വായിച്ചു വെച്ച് തോണ്ടിയാൽ മതിയല്ലോ വായിക്കും. അങ്ങനെ തോണ്ടിയാ ഇഷ്ടം പോലെ വായിക്കാൻ തോണ്ടി മാറ്റിയാൽ മതി. എല്ലാം ഇപ്പൊ ഈ റീഡിംഗ് അല്ലേ ഉള്ളത്, പുസ്തകം വായിക്കുന്ന പരിപാടി ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ തോണ്ടി വായിക്കാമോ ലോകത്തുള്ള ആര് എവിടെ എപ്പോ എത്തു പറഞ്ഞ എല്ലാം ഇങ്ങനെ തോണ്ടിയാൽ നമ്മുടെ മുമ്പിൽ കിട്ടും. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ശരിയാണ്. ഈ പറയുന്ന ആൾക്കാർ മുഴുവനും പറയുന്നതൊക്കെ ശരിയാ. സഹാബാക്കളെ കുറിച്ച് പറഞ്ഞത് ശരിയാണല്ലോ, അങ്ങനെ അദ്ദേഹം പറഞ്ഞല്ലോ. വേറൊരാൾ പറയുമോ? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിന്റെ മുഖദ്ദമായി ഒരു സ്ഥലത്ത് എഴുതുന്നുണ്ട്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അദ്ദേഹം കള്ളന്മാരായ കുറെ ജിന്നുകളെ പിടിച്ച് കടലിൽ കെട്ടിയിട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ജിന്നുകൾ അവസാന കാലമാകുമ്പോൾ പിശാചുക്കൾ കോലം കെട്ടി മനുഷ്യന്റെ കോലത്തിൽ അവിടെ നിന്ന് കെട്ടടിച്ച് വന്ന് ആളുകളുടെ മുമ്പിൽ വന്ന് പ്രസംഗിക്കും. ഖുർആനും ഹദീസും പറയും. കേട്ടിരിക്കുന്നവർ ആ പള്ളിയിൽ ഒരു മുസ്ലിം നല്ല പരിചയമുണ്ട്, അയാൾ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, മുഖപരിചയം തോന്നുന്നുണ്ട്, പക്ഷെ പേര് ഓർമ്മയില്ല. നല്ല മുസ്ലിം നല്ല പരിചയമുള്ള ആളാണെന്ന് ആളുകൾ പറഞ്ഞു. വിശ്വാസമായിട്ട് പറയുന്നവർക്കെല്ലാം പരിചയമുള്ള ഒരു മുസ്ലിം അത് വാങ്ങു പറഞ്ഞു. മുഖപരിചയമുണ്ട്, എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, എവിടെയൊക്കെ വാങ്ങു പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ആള് വാങ്ങു പറയുന്നത് എന്താ? ശൈത്താൻ കോലം കെട്ടി വന്നിരിക്കുകയാണ്. എന്നിട്ട് വന്ന ഹദീസുമായിട്ടൊക്കെ പറയും, ഇല്ലാത്ത ഹദീസ് കേൾക്കുന്നവർ അന്തപ്പെട്ടിതെല്ലാം വിശ്വസിച്ചിട്ട് പോകും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കും. ഇങ്ങനെ ജിന്നുകൾ ഇറങ്ങി വാങ്ങു പറയുന്ന കാലം അടുത്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവരാണ് ഈ കള്ള ഹദീസുകൾ മുഴുവൻ കെട്ടിവിടുന്നത്. അവസാന കാലമാകുമ്പോൾ ഉണ്ടാകും. ഇങ്ങനത്തെ ഹദീസുകൾ ഉണ്ടാകുമെന്നുള്ള പേടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ പണിക്ക് നിൽക്കൂലായിരുന്നു എന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി. എന്താ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ചെയ്തത്? ഹദീസുകളെ കുറിച്ച് വിശകലനം ചെയ്ത് ഹദീസിന്റെ നിവേദന പരമ്പരകളെ കുറിച്ച് ശരിയായ നിലയിൽ വിശകലനം പരിശോധിച്ച് ഏറ്റവും സഹീഹാണെന്ന് ഉറപ്പ് കിട്ടിയത് മാത്രം അദ്ദേഹം എഴുതി വെച്ച്, ഞാൻ എന്തിനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഈ പണി ചെയ്യാമെന്നത് ഇങ്ങനത്തെ ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവർ ഈ ഹദീസുകൾ മുഴുവൻ കള്ള ഹദീസുകൾ കെട്ടിച്ചമച്ച് ജനങ്ങളെ വഞ്ചിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വരുന്നവരെല്ലാം സഹാബാക്കളെ കുറിച്ച് അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞെഴുതിയിട്ട് അപ്പൊ അതെല്ലാം പഠിച്ചു വെച്ചിട്ട് വരിക. എന്റെ സഹോദരങ്ങളെ, സഹാബാക്കളെ കുറിച്ച് നമ്മൾ അവരുടെ പഠിക്കേണ്ടത്. സഹാബാക്കളെ കുറിച്ച് പഠിക്കണം. സഹാബാക്കളെ കുറിച്ച് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നു. സഹാബാക്കളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളെ കുറിച്ച് നമ്മളോട് പറഞ്ഞു. സഹാബാക്കൾ ആരാണെന്ന് അറിയാമോ? അവർ എന്റെ തൃപ്തിക്ക് വിധേയരായിട്ടാണ്. ഞാൻ അവരെ തൃപ്തിപ്പെട്ടു,
അവർക്ക് ഞാൻ പുറത്തു കൊടുത്തു, അവരെ ഞാൻ പരിശോധിച്ചു, അവർക്ക് ഈമാനുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു, അവർ നേർവഴി പ്രാപിച്ചവരാണെന്ന് ഞാൻ സാക്ഷി പറയുന്നു, അവർ സത്യസന്ധന്മാരാണ്, അവർ വിജയിച്ചവരാണ്, അവർക്ക് എല്ലാ നിലയിലുള്ള നേട്ടത്തിനും അവർ യോഗ്യരാണ്, അവരെ ആർക്കും ആക്ഷേപിക്കാൻ അവകാശമില്ല. സഹാബാക്കളെ والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه لقد رضي الله عن النبي والذين اتبعوه സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു, സഹാബാക്കളെ ഞാൻ പൊരുത്തപ്പെട്ടു. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുക, ഈ റമദാനിൽ ഓതി നമ്മൾ കേട്ടതാണ് ഈ ആയത്ത് സഹാബാക്കളെ കുറിച്ച്. എന്തൊക്കെയാ അല്ലാഹു തആല പറയുന്നത്? അവരെ അല്ലാഹു തആല തൃപ്തിപ്പെട്ടു, അല്ലാഹു തആലയുടെ തൃപ്തി അവർക്ക് കൊടുത്തു, അവരും അല്ലാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടവരാണ്. ഞാൻ അവരുടെ ഹൃദയത്തെ പരിശോധിച്ച് ഈമാൻ ഉണ്ടെന്ന് ഉറപ്പിച്ചവരാണ്. ഉലൈകല്ലദീന അംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അവരുടെ ഹൃദയത്തിൽ ഈമാനിനെ ഞാൻ യഥാതെ ഉറപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻ, അവർ ആരും ഇളക്കിയാലും ഇളകാതെ ഞാൻ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. അങ്ങനത്തെവരാണ് സഹാബാക്കൾ. അവർ നേർവഴി പ്രാപിച്ചവരാണ്, സത്യസന്ധന്മാരാണ്, വിജയിച്ചവരാണ്. ഉലൈക ഹുമുർ റാഷിദൂൻ, ഉലൈക ഹുമുൽ ഫായിസൂൻ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഉലൈക ഹുമുൽ മുത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തെടുത്ത് പറയുന്നു ഉലൈക ഹുമുസ് സാദിഖൂൻ. ഇത്രയും ആയത്തുകളിൽ അല്ലാഹു പറയുന്നു സഹാബാക്കൾ. നമ്മൾ പിന്നെ പറഞ്ഞ അയാൾ അങ്ങനെ എഴുതി, ഇയാൾ ഇങ്ങനെ എഴുതി, ആ മാസികയിൽ എഴുതി, ഈ മാസികയിൽ അല്ലാഹു പറഞ്ഞാൽ വിശ്വസിക്കില്ല. അല്ലാഹു വിശ്വാസമില്ല, ഖുർആൻ വിശ്വാസമില്ല, നമ്മൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബാക്കൾ ആരാണെന്ന് അറിയാമോ? എന്റെ സഹാബാക്കളെ കുറിച്ച് ആക്ഷേപം പറഞ്ഞാൽ നിങ്ങളുടെ പേരിൽ വരുന്ന നാശത്തെ നിങ്ങൾ പേടിച്ചോളണം. എന്റെ സഹാബാക്കളോട് ആർക്കെങ്കിലും വെറുപ്പ് തോന്നിയാൽ അവർ എന്നോട് വെറുപ്പുള്ളവരാണ്. സഹാബാക്കളെ കുറിച്ച് പറഞ്ഞു. ആരാ ഈ സഹാബാക്കൾ? സഹാബാക്കൾ ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബറഹ ഖുലൂബൻ വഅഅമഖഹ ഇൽമൻ വഅഖല്ലഹ തകല്ലുഫൻ اختارهم الله لصحبة نبيه وإقامة دينه فاعرفوا لهم فضلهم. സഹാബാക്കളെ കുറിച്ച് പറയുക, ആഴമേറിയ ഇൽമുള്ളവരാണ്, മനസ്സിൽ നന്മ മാത്രം നിറഞ്ഞവരാണ്, ആരോടും ഒരു ജാടയും കാണിക്കാത്തവരാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള സുഹബത്തിന് വേണ്ടി അല്ലാഹ് പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ്. ഇങ്ങനെയെല്ലാം സഹാബാക്കളെ കുറിച്ച് പറയുന്നു. ഈ സഹാബാക്കളെ കുറിച്ച് അല്ലാഹുവും റസൂലും ഇത്രയും പറഞ്ഞു തന്നിട്ട് നമ്മൾ അതൊന്നും വിശ്വസിക്കുന്നു. നമ്മുടെ സഹാബാക്കളെ കുറിച്ച് ആക്ഷേപം പറയും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇതെല്ലാം നമ്മൾ എവിടെ നിന്ന് പഠിക്കണം? അതിൽ നിന്ന് താഴ്ന്നു പ്രത്യേകം സഹാബാക്കളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നതാണ് സഹാബാക്കളെ മനസ്സിലാക്കാനുള്ള മാർഗ്ഗം. അതുകൊണ്ട് ദയവായി ഒരു കാര്യം ഓർമ്മയാക്കി, ഇന്നത്തെ കാലത്ത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വെടിവിട്ടെന്ന് വിചാരിച്ച് അതൊന്നും സഹാബാക്കളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ആധികാരികമായ രേഖയാണെന്ന് ആരും ചിന്തിക്കരുത്. സഹാബാക്കളെ കുറിച്ചുള്ള ആധികാരികമായ രേഖ ഖുർആൻ, ഹദീസ്. അല്ലാഹുവും റസൂലും സഹാബാക്കളെ കുറിച്ച്, ഈ സഹാബാക്കളെ ഞാൻ തൃപ്തിപ്പെട്ടു, അവരെ ഞാൻ സ്വർഗത്തിന്റെ അവകാശികളാക്കി, അവർക്ക് ഞാൻ സ്വർഗം നിർബന്ധമാക്കി എന്ന് അല്ലാഹ് പറഞ്ഞു. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറഞ്ഞു, ഈ ഇരിക്കുന്ന ആളുകളെല്ലാം സ്വർഗത്തിലാ. അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലി ഫിൽ ജന്ന, സഅദ് ഫിൽ ജന്ന, സഈദ് ഫിൽ ജന്ന, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫിൽ ജന്ന. ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ട് വന്ന്, ഉമറെ നിന്റെ വീട് ഞാൻ കണ്ടു, എനിക്ക് കയറി നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നിനക്ക് ഞാൻ വല്ല ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഞാൻ കയറാറില്ല.
ഇങ്ങനെ ഓരോ സഹാബാക്കളുടെ വീടുകളെ കുറിച്ച് വരെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞ സഹാബാക്കളെ ഇനി ഏതെങ്കിലും പൊട്ടൻ എന്തെങ്കിലും എഴുതി വെച്ചാൽ അതുകൊണ്ട് സഹാബാക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കും. സഹാബാക്കൾക്ക് എന്ത് സംഭവിക്കാനാണ്? ഒരാറ് ഒഴുകുന്നു, ശുദ്ധമായ ആറ്, മലയുടെ അടിവാരത്തിൽ നിന്ന് നല്ല വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ കാണുന്നു. നമ്മൾ അവിടെ പോയി അവിടെ താമസിക്കുന്നു, വെള്ളം കോരി കുടിക്കുന്നു, ആ വെള്ളത്തിൽ കുളിക്കുന്നു, ആ വെള്ളം ഉപയോഗിക്കുന്നു, ആ വെള്ളം നമ്മൾ കോരി കൊണ്ടുവരുന്നു, എല്ലാം ചെയ്യുന്നു. ആരും ഇങ്ങനെ ഒഴുകി വന്ന് എത്തി, കാഞ്ഞിപ്പുഴ എത്തി. ഏതോ ഒരു കാഞ്ഞിപ്പുഴയിലെ കായലിൽ വന്ന് അഴുക്ക് ചാലിൽ വന്ന് ചേർന്നു. അഴുക്ക് ചാലിൽ വന്ന് ഉയർന്ന് കറുത്ത് നിറവെല്ലാം മാറി. ഇതിന്റെ വെള്ളമൊക്കെ ചിലപ്പോൾ ഫിൽറ്റ് ചെയ്തല്ലേ വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ആ കണക്കിനല്ലേ വെള്ളം. അതുപോലത്തെ വെള്ളമായി കാലത്ത് നാറ്റം വെച്ച് വെള്ളം ഒഴുകുന്നു. നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന വെള്ളം ഒരാൾക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ പറഞ്ഞു, ഈ ആദ്യം ഞാൻ പിടിച്ച വെള്ളമാണെന്ന് പറയുന്നു. ഇതോ ഈ നാരിയ വെള്ളം, ഈ വെള്ളം മനുഷ്യനാരെങ്കിലും കുടിച്ചാൽ ഇല്ലാത്ത സൂക്കേട് വരില്ലേ, ആളെ മരിച്ചു പോകും. ഈ വെള്ളം എനിക്ക് വേണ്ട, ഈ വെള്ളം ഉപയോഗിക്കുവാനല്ലോ, നീ എന്ത് മണ്ടത്തല്ല ചെയ്യുന്ന ആരെങ്കിലും പറഞ്ഞാൽ നമ്മളെന്ത് പറയും? ആരാ മണ്ടൻ? ഇവനാണോ മണ്ടൻ അതോ നമ്മളാണോ മണ്ടൻ? അവൻ ഈ വെള്ളം കണ്ടില്ല. ഈ വെള്ളം ഉത്ഭവിക്കുന്ന സ്ഥലമോ വെള്ളത്തിന്റെ ശുദ്ധിയോ വെള്ളത്തിന്റെ അതിന്റെ മേന്മയോ അതിന്റെ ഗുണമോ അവൻ കണ്ടിട്ടേ ഇല്ല, അറിഞ്ഞിട്ടേ ഇല്ല. അവൻ ഈ നാരിയതാണ് കണ്ടത്. ഇന്ന് ആളുകൾ നാരിയത് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത് മാത്രം വായിച്ചിട്ട്, ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ട് അതുകൊണ്ട് എഴുതി വെക്കുന്നതാ. ഇവരെ കുറിച്ച് അല്ലാഹു റസൂലും പറഞ്ഞത് കണ്ടിട്ടില്ല, അതിനെ നിഷേധിക്കുക. അതുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ വിശ്വസിക്കാൻ പാടില്ല. ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ വിശ്വസിച്ച് സഹാബാക്കളെ കുറിച്ച് നമ്മൾ പലതും പറഞ്ഞാൽ ഒടുങ്ങിപ്പോകും. അള്ളാഹുവിന്റെ സമാധാനം പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ വഹി നൽകുന്നു. ഇങ്ങനെ ആവശ്യമായ സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, ഞാൻ ഇതിനാണ് ഇങ്ങനെ വഹിയെ കുറേശ്ശെ ആയിട്ട് നൽകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ വിവരണം കൊടുക്കാൻ വേണ്ടിയാണ്. കദാലി ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർതീല വലാ യഅതുനക ബിമസലിൻ ഇല്ലാ ജിനാക ബിൽ ഹഖ് വ അഹ്സന തഫ്സീറാ. അവരതൊന്ന് എന്തെങ്കിലുമൊക്കെ മക്കക്കാർ പറഞ്ഞുകൊണ്ട് വരും. മക്കക്കാർ പറഞ്ഞു, അള്ളാഹ് എല്ലാം പെൺമക്കളെ ഉള്ളൂ, അള്ളാഹ് ആൺമക്കളൊന്നുമില്ല, പാവം. സാധാരണ തമിഴന്മാർ പറയും പെൺമക്കളാണെങ്കിൽ എല്ലാം പൊട്ടപ്പുള്ളിയാണ്. പെണ്ണ ഒന്നിനും കൊള്ളൂല. നമ്മളാണല്ലോ പെൺമക്കളെ കുറിച്ച് കൂടിയിരിക്കുന്നത്. പെൺമക്കളെ ജനിച്ചത് കേട്ട മുഖമെല്ലാം കറുപ്പ് വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കക്കാരോട് ചോദിച്ചു, നിങ്ങൾ അള്ളാഹ് പെൺമക്കളാണെന്ന് പറഞ്ഞല്ലോ, സംഭവിക്കാം, ശരി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പെണ്ണ് ജനിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങൾക്ക് ആർക്കും വേണ്ടാത്ത സാധനത്തിന് നിങ്ങൾ എന്തിനാ അള്ളാഹ് കൊടുക്കുന്നത്? മറുപടി ഇല്ല. ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. മക്കക്കാരായ ആളുകളുടെ കാലത്ത് പെൺമക്കളെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കറുത്ത ആളുകൾ കാണാതെ നിങ്ങൾ ഒളിച്ചു പോകുമല്ലോ. ഇന്നുകൊണ്ട് ചില ആൾക്കാർ അങ്ങനത്തെ നമ്മുടെ കൂട്ടത്തിൽ ഇന്നുകൊണ്ട് മാനം കൊണ്ട് പെണ്ണ് കെട്ടിക്കും. എന്നിട്ട് കുറച്ച് നാൾ കാത്തിരിക്കും. മരുമകള് ഗർഭിണിയാകണില്ലെങ്കിൽ പിന്നെ അതെന്താ ഇങ്ങനെ, ഇവിടെ കുടുംബത്തിൽ എന്താ കുഴപ്പം, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയാൻ തുടങ്ങും, ആക്ഷേപിക്കാൻ തുടങ്ങും. രണ്ട് നല്ല നാക്കുമാരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും, അങ്ങനെ ജീവിക്കാൻ കൊടുക്കില്ല പെണ്ണിന്. എന്തെല്ലാം വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കും. അവസാനം പിന്നെ അവിടെ പോയി ചികിത്സിച്ച് ഇവിടെ പോയി ചികിത്സിച്ച് എങ്ങനെയെങ്കിലും ഗർഭിണിയായി പ്രസവിക്കാൻ വേണ്ടി എല്ലാവരും കാത്തു നിന്നു. അമ്മായിയും വന്നു, അമ്മാസനും വന്നു, എല്ലാവരും ആശുപത്രിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുക. അതുപോലെ ലേബർ റൂമിലേക്ക് എത്തിയിരിക്കുക. അതുപോലെ തള്ളയിലുള്ള തന്തയിലുള്ള എല്ലാം ഉണ്ട്. പണ്ട് തന്നെ കൂട്ടുകാരെ എല്ലാം വിളിച്ച് അറിയിക്കും, ഭാര്യ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ലേബർ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വലിയ സന്തോഷമൊക്കെ പറഞ്ഞ് ദുആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് പറഞ്ഞേക്കുന്നത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകുന്ന, പറഞ്ഞ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകുന്നത് എല്ലാം വലിയ സന്തോഷമാണ്. കൂട്ടുകാരുടെ ഫോണിൽ വിളിച്ച് എല്ലാവർക്കും മെസ്സേജ്, ഇപ്പൊ പെട്ടെന്ന് എല്ലാവരും അറിയിക്കാമല്ലോ. വാട്സപ്പിലൊക്കെ ഒരു മെസ്സേജ് അയച്ചാൽ എല്ലാവർക്കും കിട്ടും. ഫേസ്ബുക്കിൽ പെട്ട ലോകം മുഴുവനും കിട്ടും, എല്ലാവർക്കും അറിയാം, എല്ലാവരും അറിയാം. അങ്ങനെ ഒരു മെസ്സേജ് കൊണ്ട് വലിയ സന്തോഷത്തിൽ ഇങ്ങനെ കാത്തിരിക്കുക. അവസാനം എല്ലാം കഴിഞ്ഞ് പ്രസവം നടന്നു. പ്രസവം നടന്നിട്ട് ഡോക്ടർ വന്ന് പറഞ്ഞ് പ്രസവം നടക്കും, കുഴപ്പമൊന്നുമില്ല, പ്രസവമാണ്, പെൺകുഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പം അമ്മായി വറുത്ത പോകുമെന്ന്
കനേലി വീണു. അതേസമയത്ത് ആൺകുട്ടിയെ ജനിച്ചതിന് അല്ല പ്രസവിച്ച് തീർന്നുവെന്ന് ഡോക്ടർ പറയണ്ട. പറഞ്ഞ കൊച്ചിനെ കാണുന്നതിന് മുമ്പേ തന്നെ ഇവർ എല്ലാവർക്കും മെസ്സേജ്, പ്രസവം നടന്നു, സന്തോഷമായിരുന്നു, സുഖപ്രസവമായിരുന്നു, ആൺകുട്ടിയാ പ്രസവം നടന്നു കാര്യം പിന്നെ പറയുള്ളൂ, ആൺകുട്ടിയാ പ്രസവം നടന്നു, ആൺകുട്ടിയുടെ പ്രസവം നടന്നു. പിന്നെ അമ്മാവിക്ക് എന്തൊരു തുള്ളതാ ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് ഇന്നും അങ്ങനത്തെ ജാഹിലികളുണ്ട് നമുക്കിടയിൽ. പക്ഷെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ വീട്ടിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ നീ സന്തോഷിക്ക്, നിന്റെ വീടിന് അലങ്കാരമാണ്, നിനക്ക് ഭാഗ്യമാണ്, അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അല്ലാഹുവിന്റെ എല്ലാ ബർക്കത്തുകളും നിന്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ചേർക്കുന്നതാണ്. ഈ പെൺകുഞ്ഞിനെ നീ എങ്ങാനും വളർത്തി പ്രായപൂർത്തി ആകുന്നത് വരെ വളർത്തിയിട്ട് അതിനെ നല്ല ഇണയെ നോക്കി കെട്ടിച്ചു കൊടുത്താൽ, അതുവരെ നീ വളർത്തിയാൽ ഈ പെൺമക്കൾ നിനക്ക് നരകത്തിൽ നിന്നും മറയാകും. നരകത്തിൽ നിന്നും മറയാകും. നരകത്തിലേക്ക് പോകാൻ തടസ്സം ഉണ്ടാകും. അങ്ങോട്ട് പോകുമ്പോൾ നരകത്തിലേക്ക് പോകാൻ പറ്റൂല. ഈ പെൺമക്കളെ വളർത്തിയത് ഇത്ര വലിയ അനുഗ്രഹമാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കളുണ്ടായിരുന്നത്, ആ മക്കളാണ് ഉണ്ടായിരുന്നത്. ആ മക്കളെല്ലാം വെച്ചിനെ മരിച്ചുപോയി. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ വളർന്നത് പെൺമക്കളാ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമത്തു സഹറ നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത്? എനിക്കൊരു പെണ്ണുണ്ട്, എല്ലാവർക്കും എന്നെ കെട്ടിച്ചു ഒന്ന് വിഷമിച്ച് തങ്ങൾ പറഞ്ഞു നടക്കുമായിരുന്നു. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമത്തു ഫിത്അതു കബദി, ഫാത്തിമത്തു ഫില്ലതു കബദി, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ, ഫാത്തിമത്തു ബിദഅതു മിന്നി, എന്റെ ഒരു കഷ്ടമാണ് ഫാത്തിമ, ഫാത്തിമ സയ്യിദത്തു നിസാഇൽ ജന്ന. സ്വർഗ്ഗവാസികൾ ഏതെങ്കിലും ഒരു പെണ്ണ് സ്വർഗ്ഗത്തിൽ കടക്കണമെങ്കിൽ ഫാത്തിമ കാലുകുത്തണം. അതല്ലാതെ ഒരു പെണ്ണിന് സ്വർഗ്ഗത്തിൽ കാലുകുത്താൻ അവകാശമില്ല. ഫാത്തിമ സ്വർഗ്ഗവാസികളായ മുഴുവൻ പെണ്ണുങ്ങളുടെയും നേതാവാണ്. ഫാത്തിമ സയ്യിദത്തു നിസാഇൽ ജന്ന. ഇതാണ് പെണ്ണിന്റെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺമക്കളെ തരുന്നത് വലിയ ഭാഗ്യമാണ്, വലിയ ഔദാര്യമാണ്. പെൺമക്കളെ വളർത്താൻ ഭാഗ്യം കിട്ടിയാൽ അവൻ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അങ്ങനെ തന്നെ വരും. പെണ്ണെന്താ സ്വന്തമായി വേറൊന്നും സമ്പാദിക്കാൻ പോവുകയില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണിനെ വളർത്തി നീ കെട്ടിച്ചു വിട്ടിട്ട് കാലങ്ങൾ കഴിഞ്ഞു, ഒന്നിലെ ആ പെണ്ണിന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ ആ പെണ്ണ് വിധവയായി തലാഖ് പോയി, നിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ നീ മനസ്സിലാക്കിക്കോ, നിനക്ക് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയ, നിനക്ക് ആഖിറത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ഉണ്ടാക്കി തരുന്ന നിന്റെ സദഖയിൽ ഏറ്റവും ഉയർന്നതാണ്. നീ കോടിക്കണക്കിന് രൂപ സദഖ ചെയ്താൽ പോലും ആ പെണ്ണിനെ വളർത്തുന്നതിന്റെ ഫലം നിനക്ക് കിട്ടുകയില്ല. അഫ്ളലു സദഖ ഇബ്നതുക മർദൂദത്തുൻ അലൈഹി, നിന്നിലേക്ക് നീ വിട്ടിട്ട് തിരിച്ചു വന്ന മകൾ നിനക്ക് സദഖയാണ്, ഏറ്റവും ഉയർന്ന സദഖയാണ്. ഈ പെൺമക്കളെ നമുക്ക് മോഹം കറക്കുക. മറ്റേ ജാഹിലിയ കാലത്തുള്ളത് മാറി. ജാഹിലിയ കാലത്ത് അല്ലാഹു പറഞ്ഞു, പെണ്ണെന്ന് കേട്ടാൽ നിങ്ങളുടെ മോഹം കറക്കൂലേ? അള്ളാഹു ചോദിച്ചു, പെൺമക്കൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്, അള്ളാഹു പെൺമക്കളെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ചോദിച്ചു, ആവരണമിട്ട് വീട്ടിനകത്ത് വളർത്തി ഒരു നല്ലപോലെ സംസാരിച്ച് വാചാലത പോലും പ്രകടിപ്പിക്കാൻ പറ്റാത്തതിനെയാണോ എന്റെ മക്കളായിട്ട് നിങ്ങൾ തരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹിയാണിത്. നബിതങ്ങളോട് പറയുമ്പോ നബിതങ്ങൾക്ക് പറയാനുള്ള മറുപടി അല്ലാഹു പറഞ്ഞു. ഇവരോട് ചോദിക്കുമ്പോൾ ഉണ്ടാകും. അവർക്ക് വേണ്ടല്ലോ പെൺമക്കള്. അസ്തഫൽ ബനാതി അലൽ ബനീൻ മാ ലകും കൈഫ തഹ്കുമൂൻ അം ലഹുൽ ബനാതു വലകുമുൽ ബനൂൻ. നിങ്ങൾക്ക് ആ മക്കളും അല്ലാഹുക്ക് പെൺമക്കളും. നിങ്ങൾക്ക് വേണ്ടാത്തത് അല്ലാഹുക്ക്. ആരും കൊടുത്താൽ മേടിക്കാത്തത് അല്ലാഹ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലതിനെ തന്നോ? അങ്ങനത്തെ പൊട്ടപ്പണി അല്ലാഹ് ചെയ്യുമോ എന്ന് ചോദിക്കാൻ. ولا يأتونك بمثل إلا جئناك بالحق وأحسن تفسيرا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുർആൻ എന്തിനാണ് ഞാൻ ഇങ്ങനെ കുറേശ്ശെ ഇറക്കിക്കൊണ്ടിരുന്നത്? ഇതുപോലെ ഓരോരുത്തന്മാരും ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരും. നേരത്തെ ഒരു കിതാബ് വന്ന ആ കിതാബിലുള്ള കാര്യം എടുത്ത് പറഞ്ഞു, ഇത് നേരത്തെ പറഞ്ഞതല്ലേ, പിന്നെ ഇപ്പൊ അതല്ല, ഞങ്ങൾക്ക് വേറെ സംശയം എന്ന് പറയും. വേറെ ആയത്തോതി കേൾപ്പിച്ച ഇത് നേരത്തെ പറഞ്ഞു കേൾപ്പിച്ചതല്ലേ എന്ന് പറയും. ഇത് പറയുമോ? അങ്ങനെ പറഞ്ഞു തീരുമ്പോ തന്നെ ചുട്ട മറുപടി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ വന്ന് ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ കൊണ്ടുവരും. പെണ്ണുങ്ങള് ആർത്തവക്കാരായാൽ, മാസമുറ വന്നാൽ അവരെ വീട്ടിൽ കിടത്തുകയില്ല, പുറത്ത് കിടത്തും, അടുപ്പിക്കുകയില്ല, അവർ തൊട്ടത് തൊടൂല, അവർ നടക്കണ വഴി നടക്കൂല, അവർ ഇരുന്നിടത്തിരിക്കൂല, അവർ കിടക്കുന്നിടത്ത് കിടക്കൂല, അവർ തിന്നൂല. ചില ആളുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്, ആ വീട്ടിൽ തന്നെ കയറില്ല. ഭാര്യ പ്രസവിച്ച വീട്ടിൽ പിന്നെ കയറില്ല, അവിടെ നിന്ന് നല്ല ആൾക്കാർ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആളുകൾ വന്ന് ചോദിച്ചു, ഇങ്ങനത്തെ ആളുകളെ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ മാറ്റുന്നല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ തന്നെ മറുപടി വഹി വന്നു. ഖുൽ ഹുവ അദൻ ഫഅതദുൽ നിസാഅ ഫിൽ മഹീദ്. ചോദിക്കുകയാണ്, നബികളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് ചോദിക്കും, മറുപടി ഇല്ലാതാക്കാൻ. പക്ഷെ അല്ലാഹു തആല വഹിയുടെ മറുപടി ഇങ്ങനെ വന്ന് ചോദിക്കും, ഇങ്ങനെ പറഞ്ഞേരെ, ഇങ്ങനെ വന്ന് ചോദിക്കും, ഇങ്ങനെ പറഞ്ഞേരെ. വയസ്തലൂനക അനിൽ യതാമ ഖുൽ ഇസ്ലാഹു ലഹും ഖൈർ വയസ്തലൂനക അനിൽ ഖിതാൽ ഖുൽ ഖിതാലുൻ ഫീഹി കബീർ വയസ്തലൂനക അനിൽ ശഹ്രിൽ ഹറാമി ഖിതാലുൻ ഫീഹി ഖുൽ ഖിതാലുൻ ഫീഹി കബീർ വസദ്ദുൻ അൻ സബീലി ويسألونك عن الأهلة قل هي مواقيت للناس ويسألونك عن الساعة أيان مرساها قل إنما علمها عند ربي لا يجليها لوقتها إلا هو. ചോദിക്കുന്നതൊക്കെ അപ്പം മറുപടി. ഇത് നേരത്തെ ഒരു കിതാബ് കൊടുത്താൽ നോക്കൂ, നേരത്തെ കിതാബ് കൊടുത്താൽ ഇത് ഒരു കിതാബ് പോലെ ഓതുകല്ലേ വയ്ക്കും. പണ്ട് ഓതിവ് തന്നെ ഇപ്പോഴും റമദാൻ മാസമായാലും മൗലൂദ്, അൽഗുലബായാലും മൗലൂദ്, എപ്പോഴായാലും മൗലൂദ്. റമദാൻ മാസം അല്ലാഹു ഖുർആൻ ഓതാൻ വെച്ചേക്കുന്നത്. ആ സമയത്ത് شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. അപ്പോൾ അന്നത്തെ ആൾക്കാർ പറയും എന്തോ നേരത്തെ കിട്ടിയ കിതാബ് തന്നെ പിന്നെയും പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതിനല്ല ഖുർആൻ, ഈ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതാണ്, ആളുകളെ വഴികാണിക്കേണ്ടതാണ്, നേർവഴിയിൽ ആളുകളെ ഉറപ്പിച്ചു നിർത്തേണ്ടതാണ്. ലോകാവസാനം വരെ വരുന്ന മുഴുവൻ മനുഷ്യർക്കും, മുഅ്മിനീങ്ങൾക്കല്ല, ഏതെങ്കിലും കാലത്തുള്ള മുഅ്മിനീങ്ങൾക്കല്ല, ലോകാവസാനം വരെ വരുന്ന മുഴുവൻ മനുഷ്യർക്കും നേർവഴി കാണിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ഖുർആൻ. അത് നിലനിൽക്കണമെന്ന് ഈ പരിശുദ്ധമായ ഖുർആനിന്റെ പൂർത്തീകരണത്തിലാണ് നമ്മൾ നോക്കുന്നത്. ഈ ഖുർആനിന്റെ സനദാണ് ഇവിടെ ഈ കുട്ടികൾക്ക് നൽകപ്പെടുന്നത്. നമ്മുടെ മക്കൾ പഠിച്ചത് ഈ പരിശുദ്ധമായ ഖുർആൻ. ഈ ഖുർആനിനെ നമ്മുടെ മക്കൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? എന്താ അതുകൊണ്ടുള്ള ഉദ്ദേശം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുർആനിന്റെ കിതാബാണ്, ഞാനാണ് ഇറക്കിയത്, ഇതിനെ ഞാൻ തന്നെ സൂക്ഷിക്കും. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തആല സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ അല്ലാഹു ലോക്കറിൽ വെച്ച് സൂക്ഷിക്കുന്നു ഖുർആൻ. നമ്മളെല്ലാം നമ്മുടെ പണം കൊണ്ട് ബാങ്കിന്റെ ലോക്കറിൽ വെക്കുന്നത് മാതിരി അല്ലാഹു തആല ഖുർആനിന്റെ ലോക്കറിൽ വെക്കുന്നു. അത് അല്ലാഹു തആല പ്രത്യേക അലമാരി ഉണ്ടാക്കി അതിനകത്ത് വെച്ച് കൂട്ടി താക്കോലുമായിട്ട് അല്ലാഹു തആല ആർക്കും തുറന്നു കൊടുക്കില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പോക്കറ്റിലാക്കി കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക, ആർക്കും കൊടുക്കില്ല. അങ്ങനെ സൂക്ഷിക്കും. ആരും ഇത് എടുത്തുകൊണ്ട് പോയി മാറ്റാനോ തിരുത്താനോ എഴുതാനോ ഒന്നും സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. ഞാൻ തന്നെ ഇതിനെ സൂക്ഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കാനുള്ള സംവിധാനം ചെയ്ത് ഞാൻ അതിനെ കാക്കുമെന്നാണ് പറഞ്ഞത്. ഈ ഖുർആന്റെ ഹിഫ്ള് ഈ കുട്ടികൾ പഠിച്ചതിന്റെ അർത്ഥം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിനെ സൂക്ഷിക്കാൻ ഈ കുട്ടികളെ തിരഞ്ഞെടുത്തു. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല ഇങ്ങനെ ആളുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആനെ സൂക്ഷിക്കുക. നമ്മൾ വിചാരിക്കും അലമാരിയിലാണ്, പള്ളിയിൽ സെൽഫ് ഉണ്ടാക്കി വെച്ചേക്കുന്ന സെൽഫിൽ ഇങ്ങനെ അടുക്കി വെക്കും, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കും. ഖുർആനെ സൂക്ഷിക്കാൻ ഭദ്രമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഖുർആൻ സൂക്ഷിക്കുന്നില്ല. കുടികളൊക്കെ പോകുന്നത് പണ്ടൊക്കെയാണ് ഈ ഖുർആന് വലിയ ഉറയൊക്കെ ഉണ്ടാക്കി എല്ലാം കെട്ടിയൊക്കെ വെച്ച് സൂക്ഷിക്കുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഖുർആൻ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. ഇപ്പൊ വീടുകളിൽ പോയി ഖുർആൻ നോക്കിയാൽ പാലരവിയും കാണും, മംഗളവും കാണും, അതിന്റെ കൂട്ടത്തിൽ അടിയിൽ ഖുർആനും കാണും, വേറെ പുസ്തകങ്ങളും കാണും. എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ വിദ്യകളൊക്കെ പറയുന്ന പുസ്തകങ്ങളും അതിന്റെ കൂട്ടത്തിൽ കടങ്കഥകളുടെ കൂട്ടത്തിൽ ഖുർആനും കാണും. അതാണ് നമ്മൾ വെച്ചത്. അതെടുക്കൂല. ഇതൊക്കെ എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ എടുക്കും. അതെടുക്കേണ്ട ആവശ്യമില്ല. അവസാനം എപ്പോഴാ തപ്പുന്നത്? പാപ്പ മരിച്ച ഏതെങ്കിലും ദർശീന്റെ 4 മുക്കാറ്റിങ്ങൾ വിളിച്ചുകൊണ്ട് വരും. വന്നു കഴിഞ്ഞിട്ട് അവര് വെറും കൈയോടെയാണ് വരുന്നതെങ്കിൽ അപ്പൊ തപ്പും ഖുർആൻ എടുത്തു. നേരത്തെ നിവൃത്തി ഉണ്ടെങ്കിൽ അവരുടെ പറഞ്ഞെങ്കിൽ ഖുർആൻ കൂടെ കൊണ്ടുവന്നേക്കണം. ഖുർആനെന്ന് പറയാൻ തന്നെ അറിയാൻ പാടില്ല. മസാവുകളെ കൊണ്ടുവന്നേക്കണമൊക്കെ ഖുർആനെന്ന് പറയാൻ പാടില്ല, നമുക്ക് അറിയാൻ പാടില്ല. ഖുർആൻ ആർക്കും വേണ്ട. ഖുർആൻ ആരും തപ്പാറില്ല. എന്തിനാണ് സൂക്ഷിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ അലമാരിയിലല്ല സൂക്ഷിക്കുന്നത്, കടലാസിലല്ല സൂക്ഷിക്കുന്നത്, പലകയിലല്ല സൂക്ഷിക്കുന്നത്. എവിടെയും അല്ലാഹു തആല സൂക്ഷിക്കുന്നില്ല. ബൽ ഹുവ ആയാതുൻ ബയ്യിനാതുൻ ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം. ഖുർആൻ എവിടെ അല്ലാഹു തആല സൂക്ഷിക്കുന്നത്? അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ശരിയായ അറിവുള്ള ആളുകളുടെ ഹൃദയങ്ങളിലാണ് സൂക്ഷിക്കുന്നത്. എന്താ ഈ മക്കളെ ഹാഫിളാക്കിയെന്ന് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് കൊടുത്താൽ അർത്ഥം രക്ഷകർത്താക്കൾ എന്ത് മനസ്സിലാക്കണം? അവരുടെ മക്കളെ ആരാക്കിയത്? അല്ലാഹു തആല അവന്റെ പരിശുദ്ധമായ വേദം ഖുർആൻ സൂക്ഷിക്കാൻ വേണ്ടി ഈ മക്കളുടെ ഹൃദയത്തെ അല്ലാഹു ഏറ്റെടുത്തു. അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി മാതാപിതാക്കൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ ഖുർആനിനെ ആരെങ്കിലും ശരിയായ നിലയിൽ പഠിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ ഇവരുടെ മാതാപിതാക്കൾക്ക് മഹ്ശറയിൽ സൂര്യനേക്കാൾ തിളങ്ങുന്ന കിരീടം ലഭിക്കുന്നു.
അല്ല, മക്കള് ഹാഫിളായി ഖുർആൻ അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ മക്കൾക്കല്ല, ഈ മക്കളെ പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് ഉമ്മായും ബാപ്പായും നാളെ മഹ്ശറയിൽ വരുമ്പോൾ തലയിൽ വലിയ കിരീടം. എന്ത് കിരീടമാ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅൽ ഖുർആന വഅമില ബിമാ ഫീ വൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ ലൗഹു മിസ്ലു ലൗഹി ശംസി ലൗ കാനത് ഫീ ബുയൂതികും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ സൂര്യനെ കണ്ടിട്ടുണ്ടോ? സൂര്യനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സൂര്യനെ ഉദിച്ചു വരുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ? അസ്തമിക്കാൻ വരുന്നു. നല്ല പോലെ സൂര്യൻ വെയിലായിട്ട് നല്ല പ്രകാശത്തോടു കൂടി രശ്മിയോട് നിൽക്കുമ്പോൾ ആരെങ്കിലും നോക്കി കാണാറുണ്ടോ? അപ്പൊ കാണാൻ പ്രയാസമുണ്ട്, കാണില്ല. എത്രയുണ്ട് സൂര്യൻ? കോടിക്കണക്കിന് മൈലുകൾ അകലെ നിൽക്കുന്ന ചെറിയ വട്ടത്തിൽ കാണുന്ന സൂര്യൻ. അങ്ങനത്തെ സൂര്യൻ എത്രയാണ് നമ്മുടെ ഈ പള്ളിക്കകത്ത് വെക്കാൻ പറ്റും? നമ്മൾ കാണുന്ന ആളുകളുടെ സൂര്യന്, നമ്മുടെ കാണുന്ന, നമ്മൾ സാധാരണ ഇപ്പൊ കാണാറുണ്ടല്ലോ സൂര്യൻ അസ്തമിക്കാൻ നേരത്തെ ഉദിക്കുമ്പോഴല്ലേ ചുവപ്പ് വട്ടത്തില് ഒട്ടി പോലെ കാണാറില്ലേ ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തില്? അങ്ങനത്തെ സൂര്യൻ എത്രയെണ്ണം കൊണ്ടുവന്ന് നമ്മുടെ ഈ പള്ളിയിൽ വെക്കാൻ പറ്റും? 1000 എണ്ണെങ്കിലും കൊണ്ടുവന്ന് നിർത്തി വെക്കാൻ പാടില്ല നമ്മുടെ ഈ പള്ളിയിൽ. 1000 സൂര്യൻ കൊണ്ടുവന്ന് നമ്മുടെ പള്ളിയിൽ നിർത്തി വെക്കാം. ഇതാണ് നമ്മൾ കാണുന്ന സൂര്യൻ. പക്ഷേ ഈ സൂര്യന്റെ വലിപ്പത്തെ കുറിച്ച് നമുക്കെന്തറിയാം? ഈ ഭൂമി ആ സൂര്യന്റെ ചുറ്റിൽ ഒരു പ്രാവശ്യം കറങ്ങണമെങ്കിൽ 360 ദിവസം വന്നു. ഇത്രയും ഭയങ്കരമായ ഭൂമി നമ്മൾ ഭൂമിയുടെ അളവേ കണ്ടിട്ടില്ല, കുറച്ച് സ്ഥലമേ കണ്ടിട്ടുള്ളൂ. ഈ കാണുന്ന നമ്മൾക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ലാത്ത ഇത്ര ഭീമാകാരമായ ഈ ഭൂമി ഒരു പ്രാവശ്യം ഈ സൂര്യനെ വന്ന് ചുറ്റണമെങ്കിൽ 365 ദിവസമാണ്. അപ്പൊ എത്ര വലിപ്പമായിരിക്കും സൂര്യന്? ഇത്രയും വലിപ്പമുള്ള സൂര്യന്റെ പ്രകാശം എല്ലാവരും കൂടി രശ്മികളിൽ കൊണ്ട് അടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? നമുക്ക് നോക്കാൻ പറ്റുമോ? നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാളെ മഹ്ശറയിൽ ഖുർആൻ പഠിച്ച് അമൽ ചെയ്ത ഒരു ഹാഫിളിന്റെ മാതാപിതാക്കൾക്ക് രണ്ടുപേർക്കും അല്ലാഹു തആല മഹ്ശറയിൽ അവരുടെ തലയിൽ വെച്ചു കൊടുക്കുന്ന കിരീടത്തിന് ഈ സൂര്യന്റെ പ്രകാശത്തെക്കാൾ പ്രകാശമായിരിക്കും. എപ്പോ? ഇത്രയും വലിയ സൂര്യനെ നിങ്ങൾ കിടക്കുന്ന ഭൂമിനകത്തോട് പിടിച്ചു വെച്ചു. ഈ ബൾബിന്റെ പ്രകാശം മുകളോട്ടും താഴോട്ടും 4 ഭാഗത്തേക്കും പരന്നു പോകും. പരന്നു പോകാതിരിക്കാൻ വേണ്ടി ഇതിനൊരു ഷെയ്ഡ് ഇട്ട് അതിന്റെ പ്രകാശം മുഴുവൻ ഒരു ഭാഗത്തേക്കൊന്നും താത്തി. പിന്നെ LED ബൾബൊക്കെ ഇല്ലേ, പുറംവശത്തേക്ക് പ്രകാശം പോകാതെ ഫ്രണ്ട് മാത്രം കുറച്ച് പ്രകാശം എല്ലാം താഴോട്ട് കിട്ടാൻ വേണ്ടി പുറകിലേക്ക് പോകില്ല പ്രകാശം. അപ്പൊ നല്ല പ്രകാശം കിട്ടും. എത്ര വാട്സിന്റെ LED ബൾബ് വേണം ഒരു ട്യൂബിന്റെ പ്രകാശം കിട്ടാൻ? ട്യൂബിനാണെങ്കിൽ 40 വാട്സ് വേണം. മറ്റേത് 3 വാട്സ് ഉണ്ടെങ്കിൽ 4 വാട്സ് ഉണ്ടെങ്കിൽ LED ബൾബ് ഇട്ടാൽ പ്രകാശം. എന്താ കാരണം? അതിന്റെ പ്രകാശം 4 ഭാഗത്തേക്ക് പോകുന്നില്ല. അതുപോലെ ഈ ബൾബിനെ ഒന്ന് ഷെയ്ഡിട്ട് താഴോട്ടാക്കിയാൽ ഇതിന്റെ പ്രകാശം മുഴുവൻ ഒരു ഭാഗത്തേക്ക് വന്നാൽ ടോർച്ചിന്റെ പ്രകാശമില്ല, അതിന്റെ മുഖം വെച്ച് ഇങ്ങനെ പിടിച്ചിട്ട് വെക്കുന്നുണ്ടല്ലേ അടിച്ചാൽ അത് എത്ര ദൂരമാണെങ്കിലും പ്രകാശം കിട്ടുന്നത്. അത് ഊരിയിട്ടാ ബൾബ് തെളിച്ചാലോ ചുറ്റിലും മാത്രമേ ഇച്ചിരി പ്രകാശം കാണും. അപ്പൊ ഈ പ്രകാശം കൂടുതൽ ഉണ്ടാകുന്നത് എവിടെയെങ്കിലും ഒതുക്കി വെച്ചാലോ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ പ്രകാശമുള്ള സൂര്യനെ നിങ്ങൾ കിടക്കുന്ന നിങ്ങളുടെ കിടപ്പുമുറിയിൽ നിങ്ങൾ രാത്രി താമസിക്കുന്ന നിങ്ങളുടെ കിടപ്പുമുറിയിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് അതിന്റെ പ്രകാശം എത്രയാണെന്ന് നോക്കുക. നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? അത്രയും പ്രകാശമുള്ള കിരീടമാണ് നാളെ ലഭിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ മാതാപിതാക്കൾക്ക് ഇതാ കൊടുക്കണമെങ്കിൽ ഈ ഖുർആൻ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുന്ന ആൾക്ക് എന്തായിരിക്കും കൊടുക്കുക? നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹത്വം അല്ലാഹു തആല കൊടുക്കാൻ കാരണമെന്താ? അല്ലാഹുവിന്റെ കിതാബിനെ സംരക്ഷിക്കാൻ സൂക്ഷിക്കാൻ വേണ്ടി ഇവരുടെ മനസ്സുകളെ അല്ലാഹു തിരഞ്ഞെടുത്തു. ഇവരെ അല്ലാഹു തആല ഏറ്റു. അല്ലാഹു തആല ഇവരെ ഏറ്റു. ഇനി മാതാപിതാക്കൾക്ക് പേടിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കൾ കേട്ടിട്ടങ്ങ് ദുനിയാവിലല്ല ആസ്വദത്തിലല്ല അതൊന്നും ആയിപ്പോകരുത്. ഒരു കാര്യം മനസ്സിലാക്കണം. 2 കാര്യങ്ങൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു. മൻ ഖറഅൽ ഖുർആന വഅമില ബിമാ ഫീഹി. ഒന്ന്, പരിശുദ്ധമായ ഖുർആൻ ശരീരത്തിൽ പഠിക്കുക. ഇപ്പൊ ഈ 4 മക്കളും കൂടെ നമ്മളുടെ മുമ്പിൽ ഖുർആൻ ഓതി കേൾപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കി ഒരു ഖുർആൻ പഠിച്ചു എന്ന് കേൾപ്പിച്ചു. സൂറത്തുൽ ഹശ്റിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. സൂറത്തുൽ തഗാബുനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. സൂറത്തുൽ ബഖറയുടെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. അങ്ങനെ പല സൂറത്തിന്റെ ആയത്തുകൾ പോയി നമ്മളെ കേൾപ്പിച്ചു. ഒരു ഖുർആൻ പഠിച്ചു. നമ്മൾ മനസ്സിലാക്കി. അവർക്ക് സംഗതി കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ഖുർആൻ പഠിച്ചു മനഃപ്പാടമാക്കി പാഠം ഞങ്ങളെ കേൾപ്പിച്ചു. ഉസ്താദുമാരെല്ലാം
സമ്മതിച്ചു എന്ന് പറഞ്ഞ് സനത് കൊടുക്കാൻ. അതൊരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മൻഖറഅൽ. പക്ഷെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഖുർആൻ പഠിക്കുക എന്നതിന്റെ പകുതി ഭാഗമായിരുന്നു. എന്താ പഠിച്ച് ഖുർആനിന്റെ ആയാത്തുകൾ, അതിന്റെ ബാഹ്യമായ ഉച്ചാരണങ്ങൾ, അതിന്റെ അക്ഷരങ്ങളെ കുറിച്ച്, അതിനെ എങ്ങനെ പഠിക്കണം, എങ്ങനെ ഉച്ചരിക്കണം, ഓടണം, ഇതിനെ കുറിച്ച് അവർ പഠിച്ചു. പകുതിയാണ്. ഇനി ഈ ഖുർആൻ പഠിക്കാൻ തന്നെ അവർക്ക് പകുതി ബാക്കി കിടപ്പുണ്ട്. ഖുർആനിന്റെ ആശയവും അതിന്റെ അർത്ഥവും അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളും എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിൽ നമ്മളോട് ഈ ആയത്തുകളിൽ പറയുന്നത് എന്ന് അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കി പഠിക്കണം. രക്ഷകർത്താക്കൾ ശരിക്കും മനസ്സിലാക്കണം. രക്ഷകർത്താക്കൾ പ്രത്യേകിച്ച് കേൾക്കണം ഈ കാര്യം. ഈ കുട്ടികളുടെ മാത്രം രക്ഷകർത്താക്കളല്ല, ഇവിടെ ഓതുന്ന മുഴുവൻ കുട്ടികളുടെ എന്ന് മാത്രമല്ല മുഴുവൻ ഹാഫിദീങ്ങളുടെ രക്ഷകർത്താക്കൾ. ഇനി മക്കളെ ഹാഫിളാക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ ആരെങ്കിലും ഒരാളെ ശരിക്കും പഠിച്ചാൽ നമ്മുടെ മക്കളെ നമ്മൾ ഖുർആൻ ചെയ്യും. ഇത് സാധാരണ ഒരു കാര്യമുണ്ട് മനസ്സിലുള്ളത്. പിള്ളേരെ ഹിഫ്ദിന് അങ്ങ് പറഞ്ഞു കൊടുക്കും. ഒരു 7 വയസ്സാകുമ്പോൾ ഉസ്താദന്മാരെ കഷ്ടപ്പെട്ട് ഈ കുഞ്ഞു പിള്ളേരെ തുണിയെ കുളിപ്പിച്ച് അവരുടെ വൈരാമയം കഴുകി കൊടുത്ത് അവർ പെടുത്താലും കഴുകാതൊക്കെ വന്ന് പള്ളിയിൽ കയറി ആ പള്ളിയും കഴുകി റൂമും കഴുകി അവർ കഴിക്കുന്ന ആഹാരത്തിന്റെ പാത്രവും കഴുകി കൊടുത്ത് ഇട്ടേച്ച് പോകുന്ന വേസ്റ്റ് പാരി മാറ്റി ഇതിനെല്ലാമാണ് എല്ലാ ഉസ്താദന്മാരും ചെയ്ത പിള്ളേർ 12 വയസ്സാകുമ്പോൾ ഹിഫ്ദ് പഠിപ്പിച്ച് പൂർത്തിയാക്കി സനദും കൊടുത്തത്. അല്ലാഹു അക്ബർ. കൊണ്ടുപോയി അങ്ങനെ തന്നെ സനദും മേടിച്ചുകൊണ്ടുപോയി പോകുന്നതിന്റെ ഖുർആൻ വെച്ചതുമായി ഇത് കൂട്ടിയെന്ന് വെച്ചിട്ട് ഈ പിള്ളേർ 2 വർഷം മുതൽ നല്ല പഴയതിന്റെ കഥായുടെ ചുരുക്കം ഭാഗത്തിലൂടെ ഏതൊക്കെ സ്കൂളിൽ കൊണ്ട് ചേർത്ത് വലിയ പഠിത്തവും പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ അവർ വേറെ എന്തൊക്കെ ആക്കി അവരുടെ കോലവും മാറ്റി, വേഷവും മാറ്റി, രീതിയും മാറ്റി, സ്വഭാവവും മാറ്റി, എല്ലാം മാറ്റിക്കൊണ്ടുപോയി. എന്നിട്ട് പറയും എന്റെ മകൻ പഠിച്ച് പാസ്സായി ഹാഫിളായ ഡോക്ടറാ, എന്റെ മകൻ ഹാഫിളായ എഞ്ചിനീയറാ, എന്റെ മകൻ ഹാഫിളത്തായ പെണ്ണു വേണം, ഹാഫിളത്തായ പെണ്ണോ നല്ല വലാത്തി പിടിച്ച രീതിയായ പെണ്ണു വേണം കല്യാണം നടത്താൻ വേണ്ടി. ഇത് ഹാഫിളത്തിന് അന്വേഷിച്ചു. എന്റെ മകൻ എഞ്ചിനീയർ അല്ലേ, നിന്റെ മകൻ കോളേജ് പ്രൊഫസർ അല്ലേ, നിന്റെ മകൻ അവിടെ ഓഫീസിൽ മുനിസിപ്പാലിറ്റിയിൽ ജോലിയല്ലേ, പിന്നെ മുനിസിപ്പാലിറ്റി ജോലി ഹാഫിള. അതുകൊണ്ട് ഹാഫിളത്തിന് തന്നെ വേണമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ വെറുതെ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ വാചകങ്ങൾ ആയത്തുകൾ മാത്രം പഠിക്കലല്ല വേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅൽ ഖുർആൻ, ആരെ ഖുർആൻ ഓതി പഠിച്ചിട്ട് എന്തിനാ പഠിക്കുന്നത്, വഅമില ബിമാ ഫീ, ഖുർആനിൽ ഉള്ളതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്തു. ഖുർആനിൽ ഉള്ളതനുസരിച്ച് അമൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഖുർആൻ പഠിക്കണം. ഒരാൾ വുളൂ ചെയ്യണം. ഖുർആനിലുണ്ട് വുളൂവിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഖുർആൻ മാത്രം ഓതി ആയത്തെടുത്ത് ഓതിയാ ഖുർആനിൽ വുളൂ ചെയ്യാൻ പറഞ്ഞെങ്കിൽ എങ്ങനെയാണ് കിട്ടും? ആർക്കെങ്കിലും കിട്ടും? ഈ ഓതിയ പിള്ളേർക്ക് ചോദിച്ചു നോക്കി വുളൂവിന്റെ പങ്ക് എത്രയാണെന്ന്. ഖുർആൻ ഉണ്ടവർക്ക് പറയട്ടെ, അവർ ഖുർആൻ ഓതിയാണുള്ളത്. വുളൂവിന്റെ ആയത്ത് ചോദിച്ചാൽ ഈ പിള്ളേരാരെങ്കിലും പറയും എവിടെ വെച്ചാൽ എവിടെയാ വുളൂവിന്റെ ആയത്ത് പറഞ്ഞേക്കുന്നത്? ഏത് സൂറത്തിലുള്ള ആയത്ത് ചോദിച്ചാൽ സൂറത്തുൽ ബഖറയിലെ 32ാമത്തെ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു പേരും പറയും. സൂറത്തുൽ ബഖറയിലെ ഏത് റുക്കൂയിലുള്ള ആയത്ത് ചോദിച്ചാൽ പറയും. ഒരായത്ത് പറഞ്ഞിട്ട് ഏത് സൂറത്തിലാ, ഏത് റുക്കൂയിലാ, ഏത് പേജിലാ, ഏത് വശത്താന്ന് ചോദിച്ചാൽ ഖുർആനിന്റെ വശം വരെ പേജിന്റെ വശം വരെ പറഞ്ഞു. ആയത്തിന്റെ നമ്പർ ചോദിച്ചാൽ പറഞ്ഞു, എല്ലാം പറഞ്ഞു. പക്ഷേ ഈ പിള്ളേരുടെ ചോദിക്കും വുളൂവിന്റെ ഫർളുകൾ പറഞ്ഞേക്കുന്ന ആയത്ത് ഏതാണെന്ന് പറഞ്ഞേക്കാൻ, അല്ലെങ്കിൽ ആയത്ത് ഓതി കൊടുത്തിട്ട് വുളൂവിന്റെ ഫർളുകൾ ഏതൊക്കെയാണെന്ന് ഈ ആയത്തിൽ പറഞ്ഞേക്കുന്നത് ചോദിക്കും. അത് പറഞ്ഞിട്ട് നടക്കൂ ഇല്ല, ഖുർആൻ പഠിച്ചില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖുർആൻ ഓതിയ ഖുർആൻ ഓതി പഠിക്കണം. ഖുർആനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഖുർആനിന്റെ ആയത്ത് ഓതി അവർക്ക് പറയാൻ പറ്റണം. ഖുർആനിന്റെ ആയത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം. ഖുർആൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അതിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ ഇവർ പാകമുള്ളവരാകണം. മറ്റുള്ളവർക്ക് ഖുർആനിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കണം. അങ്ങനെ ഖുർആൻ പഠിക്കുമ്പോഴാണ് മൻ ഖറഅൽ ഖുർആൻ പഠിച്ചു. അപ്പൊ ഖുർആൻ ഹാഫിളായ ഈ മക്കള് ഇനി ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കാൻ ഫിഖ്, തഫ്സീർ, ഹദീസ് ഇതെല്ലാം പഠിപ്പിക്കണം. ഇന്ന് ആൾക്കാർ ഖുർആനിന്റെ തഫ്സീർ എങ്ങനെയാ പറയുന്നത്? ഏതെങ്കിലും പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയിട്ട് ഖുർആനിന്റെ ആയത്തിന്റെ തഫ്സീർ, ഇതാണ് ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥം. അയാൾ പഠിച്ചിട്ടില്ല. ഖുർആനിന്റെ വിശദീകരണം ഹദീസിലോ തഫ്സീറിലോ പഠിച്ചിട്ടില്ല. ഏതോ ഒരു പരിഭാഷ ആരോ എഴുതി വെച്ചു, അതെടുത്ത് വായിച്ചു നോക്കിയിട്ട് ഖുർആന്റെ ആയത്തിന്റെ ആശയം ഇതാണെന്നൊക്കെ പറയുക.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ഫിൽ ഖുർആനി ബിറഅയിഹി ഫഅസാബ ഫഖദ് അഖ്ത. ഏതെങ്കിലും ഒരാൾ ഖുർആനിന്റെ ആയത്ത് പഠിക്കാതെ ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥം പറഞ്ഞു, അവൻ പറഞ്ഞത് ശരിയായിരുന്നു, എന്നാലും അവൻ കുറ്റക്കാരനും തെറ്റുകാരനുമാണ്. പറയാൻ പാടില്ല. ഖുർആനിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ കൂടി, തഫ്സീറുകളിൽ കൂടി, സഹാബാക്കളുടെ അഖ്വാലുകളിൽ കൂടി, അവർ വിവരിച്ച പശ്ചാത്തലത്തിൽ കൂടി, താബിഈങ്ങളുടെ ആഹാരങ്ങളിൽ കൂടി മനസ്സിലാക്കേണ്ട രീതിയിൽ അറബി ഭാഷയുടെ നൈപുണ്യമുള്ള ഇൽമിൽ കൂടി ഖുർആൻ പഠിച്ചാലേ ഉള്ളൂ അവർക്ക് ഖുർആനെ കുറിച്ച് പറയാൻ അവകാശമുള്ളൂ. അല്ലാതെ ഏതെങ്കിലും തർജ്ജമ ഈയിടെ ഒരു തഫ്സീറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തഫ്സീറിന്റെ തർജ്ജമ പരിഭാഷയുണ്ട്, കാണാൻ കഴിയും. ആ പരിഭാഷ എല്ലാ സ്ഥലത്തും മിക്കവാറും പള്ളികളിലൊക്കെ ഇരിപ്പുണ്ട്. പള്ളികളിലൊക്കെ വെച്ച് ആളുകൾ വായിക്കുന്ന തഫ്സീറാണ് വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ്, തങ്ങൾ മിഅ്റാജിന് പോയി എന്ന് പറയുന്നത് കെട്ടുകഥയാണ്, ഇല്ലാത്തതാണ്. തഫ്സീർ റാസിയുടെ പരിഭാഷ എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാ പള്ളികളിലും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ആളുകൾ വായിക്കാറുണ്ട്. ഞാൻ കണ്ടവരിലേക്ക് വരും. തഫ്സീർ റാസിയുടെ തർജ്ജമയാണ്, പരിഭാഷയാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇമാം റാസി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു തഫ്സീറിൽ, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ് കെട്ടുകഥയാണ്, അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നു? ഇമാം റാസി ഒരിക്കലും അങ്ങനെ എഴുതാൻ സാധ്യതയില്ല. എന്നോട് ഒരാൾ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഞാൻ വായിച്ചപ്പോൾ കണ്ടു. ഞാൻ പറഞ്ഞ തഫ്സീർ റാസി തന്നെ എഴുത, അങ്ങനെ എഴുതുകയും ഇല്ല. തഫ്സീർ റാസിയിലുള്ളത് മിഅ്റാജിനെ സംബന്ധിച്ച് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് ഗ്രീക്ക് ഫൽസഫ, യുനാനി ശാസ്ത്രജ്ഞന്മാർ ശരീരം ആകാശത്തിന്റെ പുറത്ത് പോകാൻ പറ്റാത്തതാണ്, ജഡവസ്തുക്കൾ ആകാശത്തിന്റെ മുകളിലേക്ക് പോവുകയില്ല, ബുദ്ധിപരമായി സമ്മതിക്കാൻ പറ്റുക എന്നുള്ളത് അവരുടെ ശാസ്ത്രത്തിൽ സമർത്ഥിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയി എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുകയില്ല. അത് കെട്ടുകഥയാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് തെറ്റാണ്. സഹീഹായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതായതുകൊണ്ട് മിഅ്റാജ് ഉള്ളതാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി എഴുതിയിരിക്കുന്നത്. പരിഭാഷക്കാരൻ എന്ത് ചെയ്തു? ഇമാം റാസി റഹ്മത്തുള്ളാഹി തഫ്സീറിൽ ഉണ്ടല്ലോ കെട്ടുകഥയാണെന്ന് പറഞ്ഞത്, അത് മാത്രം എടുത്തിട്ട് അപ്പുറം പോയി. ഇന്ന് ആ തർജ്ജമ മുഴുവൻ വായിക്കുന്നത് ആളുകൾ വായിക്കുമ്പോൾ എന്ന് മനസ്സിലാക്കും മിഅ്റാജ് കെട്ടുകഥയാണ് ഇമാം റാസി. തഫ്സീർ റാസിയുടെ തർജ്ജമ പള്ളികളിൽ ഇരിക്കുന്ന നോക്കിക്കോളി. സൂറത്തുൽ ഇസ്രായിന്റെ തർജ്ജമയിലുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അവസാനം തർജ്ജമ എഴുതിയ ആളോട് നേരിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അയാളൊക്കെ പറഞ്ഞ മറുപടി എന്താ പറയുക? അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അതുകൊണ്ടാണ്. നിനക്ക് ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ശരി തന്നെ. പക്ഷെ നീ എഴുതിയ തർജ്ജമ ഒരു പുസ്തകത്തിന്റെ അല്ലേ? തർജ്ജമ എന്ന് പറഞ്ഞാൽ അതിനൊരു മാന്യതയില്ലേ, അതിനോട് ബാധ്യതയില്ലേ? ഏതിന്റെ തർജ്ജമ എഴുതുന്നു ആ തർജ്ജമ തന്നെ എഴുതണം. എന്താണ് എഴുതി വെച്ചേക്കുന്നത് അതിന്റെ പരിഭാഷയിൽ എഴുതുന്നത്. വേറെ എന്തെങ്കിലും എഴുതിയാൽ കള്ളം തന്നെ വരികയുള്ളൂ. അപ്പൊ കള്ളം പരിഭാഷ എഴുതി വെച്ചതാണെന്ന് പള്ളികളിൽ വായിക്കും. ഖുർആൻ എങ്ങനെയാ പഠിക്കും? വെറുതെ പറയുന്നില്ല. എല്ലാ സ്ഥലത്തും ഉണ്ട് തഫ്സീർ റാസിയുടെ പരിഭാഷ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ കാര്യമാണ്. ഇതൊക്കെയാണ് തഫ്സീറിൽ. ഇങ്ങനെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് ഈ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഖുർആനിന്റെ നേരെ ആയത്തിന്റെ അർത്ഥമാണെങ്കിൽ പോലും അവൻ പഠിക്കാതെ പറഞ്ഞതിന്റെ പേരിൽ അവൻ തെറ്റുകാരനാണ്. എന്നല്ല ചില ഹദീസിന്റെ റിവായത്തുകളിൽ വരുന്നു, ഇവൻ നരകത്തിൽ ഇവന്റെ പാർപ്പിടം പ്രതീക്ഷിച്ചു കൊള്ളട്ടെ, നേരെ പോകുന്നത്. അപ്പൊ ഖുർആൻ ശരീഫിന്റെ തഫ്സീർ പറഞ്ഞ് നരകത്തിൽ പോകും. ഖുർആൻ പരിഭാഷ പറഞ്ഞ് തഫ്സീർ പറഞ്ഞ് നരകത്തിൽ പോകും. എന്തിനായി പഠിക്കുന്നത്? അതുകൊണ്ട് ഖുർആൻ പഠിക്കണം. ഖുർആൻ ശരിക്കും പഠിക്കണം. ഖുർആൻ പഠിച്ച് അതിനുള്ളതനുസരിച്ച് അമൽ ചെയ്യും. അപ്പൊ ഈ മക്കൾ ഖുർആൻ പഠിച്ച് നിർത്താനല്ല, ഇനി ഇവർ ഖുർആനിന്റെ വിവരണങ്ങൾ, ഹദീസുകൾ പഠിക്കണം, ഫിഖ് പഠിക്കണം, അഖീദ പഠിക്കണം, തസവ്വുഫ് പഠിക്കണം, എല്ലാം പഠിച്ച് ഈ ഖുർആനിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യുകയും ഈ അമൽ ഇവരെ ഖുർആനിന്റെ യഥാർത്ഥ മാതൃകയായി ഉമ്മത്തിന്റെ മുമ്പിൽ നിലനിർത്തുകയും ചെയ്യണം. ഈ മക്കളെ കാണുമ്പോൾ ഖുർആൻ എന്താണെന്ന് പഠിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് പഠിക്കാൻ വേണ്ടി ആളുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയി. എന്നിട്ട് ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആനായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു.
അപ്പൊ ഈ മക്കളും എന്താകണം? ഖുർആനിന്റെ മാതൃകകളാകണം. അകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ സൂക്ഷിക്കാൻ വേണ്ടി ഇവരുടെ മനസ്സുകളെ ഏറ്റെടുത്തു. പുറത്ത് ഇവർ ഖുർആനിന്റെ നടക്കുന്ന മാതൃകകളായി ജീവിക്കുന്നു ഉമ്മത്തിന്റെ മുമ്പിൽ. അപ്പൊ ഇവർ ഖുർആനായിട്ട് ഉമ്മത്തിന്റെ മുമ്പിൽ നടക്കുന്നു. ഇതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ തിരഞ്ഞെടുത്തത്. ഇതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആനിനെ നമ്മൾ സൂക്ഷിക്കും. ഇങ്ങനത്തെ മാതൃകയായിട്ട് ഇവർ നടക്കുമ്പോൾ ഇവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല നാളെ മഹ്ശറയിൽ സൂര്യനേക്കാൾ തിളങ്ങുന്ന കിരീടം. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ ചെയ്യിപ്പിച്ചിട്ട് 12 വയസ്സ് കഴിയുമ്പോൾ എന്താ? ഇപ്പൊ നമ്മുടെ മനസ്സിൽ പഠിപ്പിക്കുന്ന അങ്ങനെയാണല്ലോ പിള്ളേര്. 5ാം ക്ലാസ് വരെ പഠിപ്പിക്കും മദ്രസയിൽ. 5 വയസ്സ് മുതൽ 10 വയസ്സാകുന്നത് വരെ ആ കൊച്ചിന് കുളിയും അറിയില്ല, കഴിവും അറിയില്ല, നിവാസും അറിയില്ല, ജനാപത്തും അറിയില്ല, ഉറുവും അറിയില്ല, ഒന്നും അറിയാത്ത സമയത്ത് എല്ലാം പഠിച്ച് പാസ്സായി സനത് പഠിച്ച് സർട്ടിഫിക്കറ്റ് പഠിച്ച് വീട്ടിൽ കൊണ്ടെത്തും. അവസാനം ഈ പെണ്ണിനെ കടിച്ചു വിടാൻ നേരത്ത് കുളിക്കാൻ അറിയാൻ പറ്റില്ല, ഉദു ചെയ്യാൻ അറിയാൻ പറ്റില്ല. ആരെങ്കിലും കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കണം നീയത്ത് വരെ, എന്നാലേ ഉള്ളൂ ഉദു ചെയ്യാനില്ല. എല്ലാം പഠിച്ച് പാസ്സായി. പഠിക്കേണ്ട സമയത്ത് പഠിക്കണ്ടേ? നമ്മുടെ മക്കളെ അതിന് ശേഷം പഠിപ്പിക്കണം, ആവശ്യമായ സമയത്ത് പഠിപ്പിക്കണം. അതേപോലെ ഈ മക്കളെ ചെറുപ്പത്തിലെ ഖുർആൻ മാത്രം പഠിപ്പിച്ച് വിട്ട് നമ്മൾ കൈവിട്ട് കളയരുത്. വിട്ടു കളഞ്ഞാൽ ഈ പ്രതിഫലം കിട്ടുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ അവകാശമില്ല. ഖുർആൻ പഠിച്ച് ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്നവരായാൽ ഇവർ മാതാപിതാക്കൾക്ക് നാളെ കിരീടം വാങ്ങി കൊടുക്കുന്നവരാണ്. അങ്ങനത്തെ മക്കളാണ്. ഈ മക്കളെ വാർത്തെടുക്കാൻ വേണ്ടി ഇങ്ങനത്തെ ആളുകളെ ആക്കാൻ, ഖുർആനിന്റെ വാഹകരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ പരിശുദ്ധമായ മസ്ജിദും ഈ സ്ഥാപനവും ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിലുള്ള പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ പൂർത്തീകരണമാണ് ഇന്ന്. ഈ ഖുർആൻ നമ്മൾ കേൾക്കുമ്പോൾ ഇന്ന് ഓതിയ ഖുർആനിന്റെ ഒരു ജുസു ഞാൻ ഓതുന്നത് കേട്ടപ്പോൾ അതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായ നിലയിൽ പറയുന്നുണ്ട്. വളരെ വിശദീകരിച്ച് അത് പറയാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി കേൾക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാം ഭാഗ്യം തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ഇന്നത്തെ പൂർത്തീകരണത്തിൽ ഓതിയ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ എന്തെല്ലാം ചെയ്താലും ശരി, എന്തെല്ലാം ഈ ലോകത്ത് നടന്നാലും ശരി, നിങ്ങൾ ആരെല്ലാം എന്തെല്ലാം ബാധിച്ചാലും ശരി, ഇതെല്ലാം അല്ലാഹുവിന്റെ അധികാരത്തിന് കീഴിൽ നടക്കുന്നതാണ്. ഇതിനെല്ലാം നന്ദിയും ഇതിനെല്ലാത്തിനുമുള്ള എല്ലാ ക്രെഡിറ്റും അല്ലാഹുവിന് മാത്രം. വലകുൽ ഹംദു ഫിസ്സമാവാതി വൽ ഫലില്ലാഹിൽ ഹംദു റബ്ബിസ്സമാവാതി വറബ്ബിൽ അർളി റബ്ബിൽ ആലമീൻ. ആകാശത്തിന്റെയും ഭൂമിയുടെയും ലോകത്തിന്റെ മുഴുവനും ഉടമസ്ഥനാണ് ഞാൻ. അങ്ങനത്തെ ഉടമസ്ഥനായ അല്ലാഹുവായ എനിക്കാണ് നിങ്ങളിൽ ചെയ്യുന്ന മുഴുവൻ കാര്യത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തേണ്ടത്. കാരണം എന്റെ തൗഫീഖ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്. യാത്രയ്ക്ക് പോയിട്ടുണ്ടോന്നുള്ള ഉറപ്പിച്ച് ക്ലാരിഫിക്കേഷൻ. സഹീഹുൽ ബുഖാരി എടുത്ത് നോക്കിയാൽ മതി, മെഹ്റാജിന് പോയിട്ടുണ്ട്. ഓരോ ആകാശത്തിലും പോയ കാര്യത്തെ കുറിച്ച് വിശദമായി വ്യക്തമായി സഹീഹുൽ ബുഖാരിയുടെ റിവായത്ത് വന്നിട്ടുണ്ട്. അതിനേക്കാൾ പുതിയ സിഹത്തുള്ള റിവായത്ത് പറയാൻ ഈ ലോകത്തില്ല എന്ന് പറയാം. കിതാബു സലാത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി സനദ് സഹിതം സഹീഹായ റിവായത്ത് 7 ആകാശത്തിൽ പോയ സംഭവം വിശദീകരിച്ച് പറയുന്നുണ്ട്. ആർക്ക് സംശയം ഉണ്ടെങ്കിൽ എഴുതുന്നു. അതിനേക്കാൾ ഉറപ്പുള്ള ഒരു തെളിവ് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോയി കൊണ്ടുവരണം. മേറാജിന് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ പൂർത്തീകരണം ഇത് നമ്മുടെ കുട്ടികൾ ഓതി അവസാനത്തിൽ നമ്മൾ കേട്ടു. ഫലില്ലാഹിൽ ഹംദു റബ്ബിസ്സമാവാതി വറബ്ബിൽ അർളി റബ്ബിൽ ആലമീൻ വലഹുൽ കിബ്രിയാഉ ഫിസ്സമാവാതി. അല്ലാഹുവിനാണ് മഹത്വം. വേറെ ആർക്കും ഈ ലോകത്ത് മഹത്വമില്ല. ആർക്കും ഒന്നും ഉണ്ടെന്ന് വായിക്കാം. നമ്മൾ റമദാൻ 29 ദിവസം നോമ്പ് പിടിച്ചു, 29ാമത്തെ തറാവീഹ് നമസ്കരിച്ചു, ഞാൻ എന്തോ ചെയ്തു എന്ന് ആർക്കും അവകാശപ്പെടാനില്ല. ഒന്നും ചെയ്തില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ വിനയമുള്ളവരായി താഴ്മയുള്ളവരായി അല്ലാഹുവിനോട് സഹായം തേടി നമ്മൾ ചെയ്തത് എന്തെങ്കിലും ചെയ്തെങ്കിൽ അല്ലാഹുവേ നിന്റെ അനുഗ്രഹം, നിന്റെ തൗഫീഖ് കൊണ്ട് മാത്രം ചെയ്തു. നിന്റെ തൗഫീഖ് ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എല്ലാ മഹത്വവും എല്ലാ അധികാരവും എല്ലാം നിനക്ക് മാത്രമാണെന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ കീഴ്പ്പെടാൻ മനുഷ്യൻ തയ്യാറാകണം. അന്തസ്സും അഭിമാനവും മുഴുവനും അല്ലാഹുവിനെ വകവെച്ച് കൊടുക്കണം. വഹുവൽ അസീസുൽ ഹകീം. അങ്ങനെ നമ്മൾ തയ്യാറായാലാണ് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തന്ന മുത്തഖീങ്ങളാവുക. നമസ്കാരത്തിന്റെ അവസാനത്തിൽ പോയി നമ്മളെ കേൾപ്പിച്ചു, നിങ്ങൾ മുത്തഖീങ്ങളായാൽ നിങ്ങൾക്കാണ് വിജയവും
നിങ്ങളാണ് നേർവഴിയുള്ളവരും. നമ്മൾ ഈ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് ഇത് രണ്ടുമാണ് വരേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിൽ പൂർണ്ണമായി നമ്മൾ അടികള കൊടുക്കാൻ, നമ്മൾ താഴ്മ കൊടുക്കാൻ, അള്ളാഹുവിന് നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കാൻ, മുഴുവനും അള്ളാഹുവിന് മാത്രമായി വകവെച്ചു കൊടുക്കാൻ, അള്ളാഹുവിന്റെ തൗഫീഖാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടി അള്ളാഹുവിനോട് യാചിക്കാൻ നമ്മൾ തയ്യാറാകണം. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവരുടെയൊക്കെ സന്ദേശം എത്തിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾക്ക് ദുനിയാവിലും വിജയം, ആഖിറത്തിലും വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നാം എല്ലാവർക്കും